നാരായണ 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 നാരായണ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. രാധാരമണ മുകുന്ദ മുരാരേ ശരണം മേ തവ ചരണയുഗം. പവനപുരേശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം. സാംബ സദാശിവശംഭോ ശങ്കര ശരണം മേ തവ ചരണയുഗം. ദേവി മഹേശ്വരി പാർവതി ശങ്കരി ശരണം മേ തവ ചരണയുഗം. ഹരിഹരപുത്ര ആശ്രിതവത്സല ശരണം മേ തവ ചരണയുഗം. ദുർഗേ ഭഗവതി ദുഃഖവിനാശിനി ശരണം മേ തവ ചരണയുഗം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഹര ഹര നമ പാർവതീപതയേ. ഹര ഹര മഹാദേവ. ജാനകീജീവനസ്മരണം. ജയ ജയ രാമ രാമ. ഗോപികാജീവനസ്മരണം. ഗോവിന്ദ ഗോവിന്ദ. അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പ ശരണം. നാരായണ 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 നാരായണ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഗുരുനാഥൻ തുണാചൈകസന്തതം. തിരുനാമങ്ങൾ നാവിന്മേലെപ്പോഴും പിരിയാതെയിരിക്കണം നമ്മുടെ നരജന്മം സഫലമാക്കിയിടുവാൻ. പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദഗീ സരസിജം കരുണാസമുദ്രം. രാധാസഹായമതിസുന്ദരമന്ദഹാസം. വാതാലയേശമനിശം ഹൃദി ഭാവയാമി. ആനന്ദചിന്മയ ഹരേ ഗോപികാരമണ. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ. തോന്നുന്നതാകിലഖിലം ഞാനിതെന്ന വഴി. തോന്നേണമേ വരദ നാരായണായ നമഃ. കൃഷ്ണോ രക്ഷതു മാം ചരാചരഗുരു. കൃഷ്ണം നമസ്യേ സദാ. കൃഷ്ണേനൈവ സുരക്ഷിതോഹമസകൃൽ. കൃഷ്ണായ ദത്തം മനഃ. കൃഷ്ണാദേവ സമുദ്ഭവോ മമ വിഭോ. കൃഷ്ണസ്യ ദാസോസ്മ്യഹം. കൃഷ്ണേ ഭക്തിരചഞ്ചലാസ്തു ഭഗവൻ. ഹേ കൃഷ്ണ തുഭ്യം നമഃ. ശ്രീഗുരോശ്ചരണാംഭോജ്യം യസ്യാന്ദിശി വിരാജ്യത്തെ. തസ്യൈ ദിശേ നമസ്കുർമഃ കായേന വചസാ ധിയാ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം. ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ. ശരണ്യേ ത്രയംബകേ ഗൗരീ നാരായണി നമോസ്തുതേ. കാത്യായനി മഹാമായേ മഹായോഗിന്യധീശ്വരി. നന്ദഗോപസുതം ദേവി പതിം മേ കുരുതേ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക. വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപര. രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. കാളി കാളി മഹാകാളി ഭദ്രകാളി നമോസ്തുതേ. കുലഞ്ച കുലധർമ്മം ച മാം ച പാലയ പാലയ. നമോസ്തുതേ മഹായോഗിൻ പ്രപന്നമനുഷാധിമാം. യഥാ ത്വച്ചരണാംഭോജേ രതി സ്യാദനപായിനീ.
വിഘ്നേശ്വര ശരണം, സ്വാമി ശരണമയ്യപ്പ, അമ്മേ ജഗദീശ്വരി ശരണം. ശംഭോ മഹാദേവ ഹര ഹരോ ഹര ഹര, അഖില ഗുരോ ശ്രീ ഗുരുവായൂരപ്പ. നരസിംഹമൂർത്തയേ ശരണം, ശ്രീരാമചന്ദ്രപ്രഭോ ശരണം, ആഞ്ജനേയസ്വാമി ശരണം. സച്ചിദാനന്ദരൂപായ വിശ്വോൽപത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. ഭാഗവത മാഹാത്മ്യവും ഭാഗവത അവതരണവുമാണ് ഏകദേശം 1 മണിക്കൂറോളം, 10:15 മണി വരെ എന്ന് പറയുമ്പോൾ മുമ്പിലിരിക്കുന്ന ക്ലോക്കിൽ 9 ആയിരുന്നു. അപ്പോൾ 1 മണിക്കൂറും സ്വല്പം സമയം കൂടി നമുക്കുള്ളൂ. മഹാത്മ്യം പത്മപുരാണത്തിലെ ഉത്തരഖണ്ഡത്തിൽ പാർവതി പരമേശ്വര സംവാദരൂപേണ 6 അധ്യായങ്ങളായിട്ടാണ് വേദവ്യാസൻ എഴുതി വച്ചിട്ടുള്ളത്. പിന്നെ ഭാഗവത അവതരണം എന്നുള്ളത് കൊണ്ട് ആദ്യത്തെ ആ 3 അധ്യായം ശൗനക പ്രശ്നവും ഭാഗവതത്തിൻ്റെ പിന്നെ വിസ്തരിക്കാൻ പോകുന്ന കഥകളുടെ രത്നച്ചുരുക്കവും. ശ്രീകൃഷ്ണനെ നമസ്കരിച്ചുകൊണ്ടാണ് മാഹാത്മ്യം വേദവ്യാസൻ ആരംഭിക്കുന്നത്. സച്ചിദ് ആനന്ദരൂപായ. ആരാണ് ശ്രീകൃഷ്ണൻ? സത്ത് ചിത്ത് ആനന്ദമെന്ന സ്വരൂപത്തോടു കൂടിയവനാണ്. സ്വയം പ്രകാശസ്വരൂപനാണ്. ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ സത്യാവസ്ഥയ്ക്ക് പിന്നിലുള്ള പരമ സത്യസ്വരൂപനാണ്. സദാ ആനന്ദ ഭാവത്തോടു കൂടിയവനാണ്. അങ്ങനെയുള്ള ശ്രീകൃഷ്ണനെ നമസ്കരിച്ചാൽ അതുകൊണ്ടുള്ള നേട്ടവും വേദവ്യാസൻ പറയണു. താപത്രയ വിനാശായ. നമ്മളെ ബാധിച്ച താപത്രയങ്ങൾ ഈ ലോകത്തിൽ ഓരോരുത്തരുടെയും മാനസിക അവസ്ഥയ്ക്കനുസരിച്ച്, ബുദ്ധിയുടെ ചിന്താ തരംഗങ്ങൾക്കനുസരിച്ച്, ചിത്തത്തിൻ്റെതായ ഭ്രമങ്ങൾക്കനുസരിച്ച് ഓരോരുത്തരും ഓരോ തരത്തിലുള്ളതായ താപം എന്ന് പറഞ്ഞാൽ ചൂടാവേണ്ടി വരണതൊക്കെ അത്തരത്തിലുള്ള മനസ്സിൻ്റെതായ ഭ്രമങ്ങളെ കൊണ്ടാണ്. ആ കാമക്രോധ മോഹ മത മത്സരാദികളാകുന്ന നാനാവിധ രാഗങ്ങളാലുണ്ടാവുന്ന താപത്രയങ്ങൾ. ഇതിനൊക്കെ ഒരു പരിഹാരം എന്താണ്? ശ്രീകൃഷ്ണായ വയം നുമഃ. ആ സച്ചിദാനന്ദമൂർത്തിയായ ശ്രീകൃഷ്ണനെ നമസ്കരിക്കുക എന്നതാണ്. എന്തെങ്കിലും ഒരു നേട്ടത്തിനല്ലാതെ കൊണ്ട് നമ്മൾ ആരുടെ മുമ്പിലും തല കുനിക്കാറില്ല. ഒരു തരത്തിൽ തലയെടുപ്പ് ആവശ്യമാണ്. അവനവൻ്റെ കഴിവുകളെക്കുറിച്ചുള്ളതായ ഒരഭിമാനവും അതനുസരിച്ചുള്ളതായ തലയെടുപ്പും ഓരോരുത്തർക്കും ഉണ്ടാവണം. ഞാൻ ഒന്നിനും കൊള്ളാത്തവനാണ് കേട്ടോ എന്ന ചിന്താഗതി നമ്മളെ അധപ്പതിപ്പിക്കും. എനിക്കുള്ള കഴിവുകൾ എന്ത് എന്ന രീതിയിൽ ചിന്തിച്ചുകൊണ്ട് അത്തരം കഴിവുകൾ ഉണ്ടാവാനുള്ളതായ കാരണം എന്ത് എന്നുള്ളതായ പരമ്പരാഗതമായ ചരിത്രത്തെ ചിന്തിച്ചുകൊണ്ട് ഞാനിന്ന് ഈ വ്യക്തിത്വത്തിലേക്ക് ഉയർന്നു വന്നതായ കാരണം ആരൊക്കെയോ എന്നെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതാണ് എന്ന് നമ്മുടെ കാരണവന്മാരോടുള്ളതായ ബഹുമാനാദികൾ, അഭിമാനാദികൾ, ഇതൊക്കെ ഒരു പരിധിവരെ ആവശ്യമാണ്. അത്തരം തലയെടുപ്പ് കണ്ടിട്ട് നമ്മൾ നെറ്റി ചുളിച്ചിട്ട് കാര്യമില്ല. ആ തലയെടുപ്പിലേക്ക് അവരെത്തിച്ചേർന്നത് ജീവിതത്തിൻ്റെ യാത്രയിൽ കൂടിയാണ്. ഉയരങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി അവർ തരണം ചെയ്തതായ പാതകളെക്കുറിച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു പക്ഷേ അതിനൊന്നും അവസരം കിട്ടിയിട്ടില്ല എന്നുള്ള നിലയ്ക്ക് ഗുരുവായൂരപ്പനോട് എന്താ എന്നെ അങ്ങനെയൊന്നും കഷ്ടപ്പെടുത്താത്തത് എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും. അത്തരം കഷ്ടപ്പാടുകളിൽ കൂടിയാണ് ഇനി കുന്തിദേവി പോലും പറയണു, കൃഷ്ണൻ ആരാന്നുള്ള കാര്യം ഒന്നും മനസ്സിലായിട്ടൊന്നുമില്ല. പാവം ഒരു സ്ത്രീയായി എനിക്ക് പോലും എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ജീവിതത്തിൻ്റെ അത്തരത്തിലുള്ളതായ താപത്രയങ്ങളെ കൊണ്ടാണ്. ആ ജീവിതത്തിൻ്റെതായ പല പല പ്രശ്നങ്ങളിൽ കൂടി നമ്മൾ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കണോ. എവിടെയും തലയെടുപ്പ് വേണമെന്ന് ആഗ്രഹിക്കണോ. ആരുടെ മുമ്പിലും തലകുനിക്കാനായിട്ട് നമുക്കും ഇഷ്ടമില്ല. ആ വിധേയത്വം ഒരാളും ഇഷ്ടപ്പെടണതല്ല. തൻ്റെ കീഴിൽ 4 ആള്
പറഞ്ഞാൽ കൂട്ടാക്കണവരുണ്ടാവണമെന്ന മോഹമാണ് എല്ലാവർക്കും. ആരെങ്കിലും പറഞ്ഞാൽ കൂട്ടാക്കണ ഒരാളായിട്ട് ഇങ്ങനെ കൈകൂപ്പി നിൽക്കണ ആളായിട്ട് നിൽക്കാൻ ഒരാൾക്കും താല്പര്യമില്ല. അത്തരം അടിമത്വം നമ്മളെ ബാധിച്ചതായ ബന്ധങ്ങള് ഇതിനൊക്കെ രക്ഷപ്പെടാൻ മോഹിക്കാത്തവരായിട്ട് ആരുമില്ല. രക്ഷപ്പെടുത്താൻ, കൈപിടിക്കാൻ, ഉയരങ്ങളിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ, എവിടെയും നമുക്ക് തലയെടുപ്പോടുകൂടി നിൽക്കാറാവാൻ ഈ കൂട്ടുകാരനെ സ്വീകരിച്ചാൽ മതി. അർജുനൻ സുഹൃത്തായ ശ്രീകൃഷ്ണന്റെ കൂടെ കൂടിയപ്പോൾ സാരഥിയായി നിന്നുകൊണ്ട് അർജുനനെ വിജയിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രിയായ ഉദ്ധവനെ ഒരിടത്തും പരാജയപ്പെടാത്ത രീതിയിൽ ഉയർത്തിയതുപോലെ തന്നെ പ്രേമിച്ചതായ പ്രേമവതികളായ ഗോപികമാരെ മാറോട് ചേർത്ത് ബ്രഹ്മശങ്കരാദികൾ പോലും വന്ദിക്കുന്ന അവസ്ഥയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നതുപോലെ അമ്മ മാറോട് ചേർത്ത് ഉമ്മ വെച്ച് അമ്മിഞ്ഞ കൊടുക്കുന്ന അവസരത്തിൽ ആ അമ്മയെ ലോകത്തിൻ്റെ ജഗന്മാതാവാക്കി മാറ്റിയതുപോലെ ഈ ശ്രീകൃഷ്ണനെ ആരാണോ ചെന്ന് ശരണം പ്രാപിക്കുന്നത്, കാളകൂട്ട വിഷവുമായിട്ട് ചെന്ന പൂതനയ്ക്ക് പോലും മോക്ഷം കൊടുത്ത കഥകളാണ് ബാലലീലകളിൽ ദശമസ്കന്ധത്തിൽ ആരംഭിക്കുക. എൻ്റെ അടുത്തേക്ക് ഇന്ന വിഭാഗക്കാരെ വരാൻ പാടുള്ളൂ എന്ന് ഭഗവാൻ ഒരു പ്രത്യേക നിബന്ധന വെച്ചിട്ടില്ല. ആർക്കും തൻ്റെ മുമ്പിലേക്ക് വരാം. തൻ്റെ മുമ്പിലേക്ക് വരുന്നവർക്ക്, തന്നെ വീണ് നമസ്കരിക്കുന്നവർക്ക്, ശരണം പ്രാപിക്കുന്നവർക്ക് താപത്രയങ്ങളിന്ന് മോചനം കിട്ടും, ജീവിത ദുരിതങ്ങളിന്ന് മോചനം കിട്ടും. നമ്മളെല്ലാവരും ഓടി നടക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു ശാന്തിക്ക് വേണ്ടിയിട്ടാണ്, സമാധാനത്തിന് വേണ്ടിയിട്ടാണ്. തത്വസമീക്ഷാ സത്രവേദിയിൽ വന്നിരിക്കുന്നത് ആചാര്യന്മാർ ഇവിടെ വന്ന് പറയുന്നതായ ഭാഗവത തത്വങ്ങളെക്കുറിച്ച്, കഥകളെക്കുറിച്ച്, ഭാഗവതത്തിൻ്റെതായ ആശയങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ അനുഭവങ്ങളിൽ കൂടിയാണ് ഓരോരുത്തരും പറയണത്. ഭാഗവത ഗ്രന്ഥം ഇവിടുത്തെ കാലത്ത് മുതൽ നിഗമാനന്ദ സ്വാമികൾ പാരായണം ചെയ്തു. കഴിഞ്ഞവണ ഞാൻ വായനയുടെ മുമ്പ് അങ്ങോട്ട് വന്ന് കുറച്ച് കേൾക്കണം എന്ന് മോഹിച്ചിട്ട് വരുണ്ടായി, കേൾക്കാനും പറ്റി. ഇത്തവണ എനിക്ക് ആ പ്രിയ സുഹൃത്തിൻ്റെ വായന കേൾക്കാൻ സാധിച്ചില്ല. കാരണം 8:30 കഴിഞ്ഞിട്ട് അവിടെ എത്താൻ പറ്റിയുള്ളൂ. ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ കൂടി ഒരു അനുഗ്രഹ കൈകൾ ആ ഉണ്ണിയുടെ ശിരസിൽ വീണിട്ടാണ് പിന്നീട് നിഗമാനന്ദ സ്വാമികളായിട്ട് മാറിയത്. സ്വാമിജിയുടെ കൂടെ അന്ന് വസിക്കണ കാലത്ത് ഉണ്ടായതായ സൗഹൃദം, ആ ഉണ്ണിയാണ് ഇന്നിപ്പോൾ വായനക്കാരനായിട്ട് വായിക്കണതെന്ന് കേട്ടപ്പോൾ എന്തെന്നില്ലാത്തതായൊരു വാത്സല്യം. അപ്പോൾ കഴിഞ്ഞ കൊല്ലം വായന കേട്ടപ്പോൾ തന്നെ മതിയായിട്ടല്ല, വായന കേൾക്കണമെന്ന് മോഹിച്ചുകൊണ്ടത് ഓടി എത്തിച്ചാലും വേണ്ടില്ല, വന്നപ്പോഴേക്കും കഴിഞ്ഞിരുന്നു. ആ ഭാഗവത പാരായണം 9ാമത്തെ സത്രത്തിലും വ്യത്യാസമൊന്നുമില്ല. അനിയൻ ഗണേശനായിട്ട് കുറേ സത്രങ്ങളിൽ പാരായണം ഉണ്ടായിട്ടുണ്ട്. വേന്ത്രക്കാട് ഭാഗവത ആചാര്യനായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ പാരായണം ആദ്യം ഉണ്ടായിരുന്നു. 9ാമത്തെ ഈ ഭാഗവത തത്വം സമീക്ഷാ സത്രത്തിൻ്റെ കഴിഞ്ഞ 8 സത്രങ്ങളിലും പാരായണം ചെയ്തതായ മന്ത്രങ്ങൾക്ക് ഒരക്ഷരം വ്യത്യാസമില്ല. അക്ഷരശുദ്ധിയോടുകൂടി സ്ഫുടമായ രീതിയിൽ പാരായണം ചെയ്യുന്നതായ ആ മന്ത്രങ്ങൾ ഒന്നിനും മാറ്റം വരുത്താൻ ഒരാൾക്കും സാധിക്കുകയില്ല. അതൊരിക്കലും മാറ്റം വരാൻ പാടില്ല. അതാരെങ്കിലും മാറ്റാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഭഗവാൻ സമ്മതിക്കില്ല. അതന്ന് വേദവ്യാസന്റെ തപശക്തി കൊണ്ട് അദ്ദേഹം ഹൃദയത്തിൽ നിന്ന് അനുഭവപൂർവം രാഗങ്ങളായിട്ട് പാടിയതായ ഗാനങ്ങളാണ്. ആ പുത്രനായ ശ്രീശുഖബ്രഹ്മർഷി അത് പഠിച്ച് ഗംഗാതീരത്തിരുന്നത് പരീക്ഷത്തിനെ പാടിക്കേൾപ്പിച്ചതാണ്. ആ വേദമന്ത്രങ്ങളുടെ അക്ഷരശുദ്ധിയോടുകൂടിയ ആ പാരായണ ഭാഗങ്ങൾക്ക് ഒരു തരത്തിലുള്ളതായ മാറ്റം വരാൻ പാടില്ല. 5000 കൊല്ലങ്ങളായിട്ട് എത്രയെത്ര ഭാഗവത ആചാര്യന്മാർ ഭാഗവതം വായിച്ചിട്ടുണ്ടോ അവരെല്ലാം വായിച്ചു വരുന്നതായ ആ ഭാഗവതം തന്നെയാണ് നമ്മൾ ഇവിടെയും കഴിഞ്ഞ 8 കൊല്ലമായിട്ട് വായിച്ചത്. ഇന്നത് 9ാമത്തെ കൊല്ലവും കാലത്ത് പാരായണം ചെയ്ത് നിർത്തിയത്. അതിലത്തെ പാഠങ്ങളാണ് ഇവിടെ പ്രഭാഷണ വിഷയമായിട്ട് കൊടുത്തിട്ടുള്ളത്. മഹാത്മ്യത്തിൻ്റെ 6 അധ്യായങ്ങൾ, പിന്നത് കാലത്ത് മുതൽ ആരംഭിച്ചതായ ഭാഗവത പാരായണ ഭാഗങ്ങൾ. അപ്പോൾ വേദമാകുന്ന ഭാഗവതത്തിൻ്റെതായ ആ മന്ത്രം സംസ്കൃതം അറിയാത്തവരായതുകൊണ്ട് നമുക്ക് മനസ്സിലാവണില്ല എന്നുള്ളത് കൊണ്ട് നമുക്ക് മനസ്സിലാവാൻ തക്കവണ്ണം മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഓരോ ആചാര്യന്മാർ ഇവിടെ വരണത്. അത്തരത്തിലാണ് എന്നെയും ഈ വേദിയിലേക്ക് ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവന്നിട്ടുള്ളത്. വലിയൊരു അറിവുള്ള ആൾ എന്നുള്ള നിലയ്ക്ക് നിങ്ങൾ ആരെങ്കിലും
കണ്ണും നട്ടിരിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായിട്ട് ഞാൻ പറയട്ടെ, ഭാഗവതം ആവർത്തിച്ച് പാരായണം ചെയ്തുണ്ടായതായ ഒരു അനുഭൂതി, അങ്ങനെ വായിക്കാനോ അതിൻ്റെ അർത്ഥം സ്വല്പമെങ്കിലും മനസ്സിലാക്കാനോ സാധിച്ചതായ ഗുരു കടാക്ഷം, ആ ഗുരുകടാക്ഷം ഒന്നല്ലാതെ കണ്ട് മറ്റൊരു യോഗ്യതകളും ഇല്ല എന്ന് ആദ്യം പറയട്ടെ. ഗുരുകടാക്ഷത്തെക്കുറിച്ച് പറയാൻ പുറപ്പെട്ടു കഴിഞ്ഞാൽ ആ സജ്ജന സംസർഗത്തിലേക്കുണ്ടായ വഴിത്തിരിവിനെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത്തരമൊരു ഭാഗവത ജീവിതത്തിൻ്റെ കഴിഞ്ഞ വർഷങ്ങളെക്കുറിച്ചുള്ളതായ ചിന്തകളിലേക്ക് കടന്നു ചെന്നു കഴിഞ്ഞാൽ അത് ഓർത്തിരുന്നാൽ മാത്രം മതി. ആ യാത്ര, അതിലും ആനന്ദകരമായൊരു രംഗം മറ്റെവിടെ പോയാലും കിട്ടാൻ പോണില്ല. ഗുരുവായൂരപ്പദാസ സ്വാമികൾ എന്ന പേരിൽ ഭാഗവത ഗുരുനാഥനായി അനവധി യുവതലമുറയെ കൈപിടിച്ച് വളർത്തിക്കൊണ്ടുവന്നതായ ആ ഭാഗവത ചക്രവർത്തി, അങ്ങനെയൊക്കെ സ്വാമിജിക്ക് പേരുണ്ടോ? ഒരു പേരും പ്രശസ്തിയും, ആരെങ്കിലും ചോദിച്ചാൽ ഒരു അഡ്രസ്സ് പോലും കൊടുക്കുന്ന രീതിയിലുള്ളതായ വിസിറ്റിംഗ് കാർഡ് പോലും ഇല്ലാത്തതായ സ്വാമിജി, ഗുരുവായൂരപ്പദാസ സ്വാമിജി. പരിചയപ്പെട്ടവർക്കറിയാം അദ്ദേഹത്തിൻ്റെ യോഗ്യത. കേരളം അല്ല, ഭാരതം തന്നെ ഭരിക്കേണ്ടതായ ഇന്ദ്രപ്രസ്ഥത്തിൽ എത്തിച്ചേരേണ്ട ആളായിരുന്നു അദ്ദേഹം. സഖാവ് RR യുവതലമുറയെ കർമ്മ യോഗികളായി വളർത്തിക്കൊണ്ടുവന്നതായ നേതാവ്, സഖാവ്. പിന്നെയാണ് ഗുരുവായൂരപ്പൻ്റെ സഖാവായത്, ഗുരുവായൂരപ്പൻ്റെ ദാസനായത്, ഗുരുവായൂരെത്തിച്ചേർന്നത്, ഗുരുവായൂരപ്പനെ നിരന്തരം ഭജിച്ച് ആഞ്ഞത്തിൻ്റെ സുഹൃത്തായി തീർന്നത്. ആഞ്ഞം വിളിക്കാറുള്ള പേര് രാമചന്ദ്രൻ എന്നായിരുന്നു അത്രേ. കാരണം പിന്നെ സ്വാമിജി ഒരു കൊല്ലത്തിന് ശേഷം നേരെ തിരുവില്ലാമലയിലേക്ക് ചെല്ലുകയുണ്ടായത്. ശ്രീരാമൻ്റെ വനവാസം എന്ന പോലെ ഒരു 14 കൊല്ലം തിരുവില്ലാമലയിൽ താമസിച്ചുകൊണ്ടാണ് സ്വാമിജിയുടെ നാരായണീയ പഠനം, ഭാഗവത പഠനം, ഭാഗവത കഥകൾ പ്രചരിപ്പിക്കുന്നതായ തപസ്. ഇന്നത്തെ കാലം പോലെയല്ല കേട്ടോ. ഇതൊന്നും വിശ്വസിക്കേണ്ട കാര്യമില്ല. ആരോ ചിലർ പോക്കറ്റ് നിറയ്ക്കാൻ വേണ്ടിയിട്ട് ഭാഗവതർ നടക്കണവരാണ് എന്നൊക്കെ പറയുന്ന ഒരു കാലഘട്ടം. ക്ഷേത്രങ്ങളെല്ലാം ഇടിഞ്ഞു പൊളിഞ്ഞു വീണ് ഒരു തിരികൊളുത്താൻ എണ്ണയില്ലാത്തതായ കാലഘട്ടം, ഒരു നറക്കല പോലും നേദിക്കാനില്ലാത്തതായ ആധ്യാത്മികതയുടെ അധപ്പതനത്തിൻ്റെ സ്വാതന്ത്ര്യം കിട്ടിയിട്ടാണ് കേട്ടോ. 47 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുണ്ടായ പുരോഗതി എന്ന പേരിലുണ്ടായതായ അവസ്ഥയെക്കുറിച്ച് ഒന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ ചരിത്രം പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് ഒന്ന് കണ്ണോടിച്ചു കഴിഞ്ഞാൽ ഉണ്ടായ സംഭവങ്ങൾ ഒരു പഠന വിഷയമാക്കേണ്ടതാണ്. ഭാഗവത തത്വസമീക്ഷാ സത്രമാണ് ഈ സദസ്സ് എന്നതുകൊണ്ട് എനിക്കത് പറയാൻ ഒരാവേശം വരണു. അവരുടെ തപസ്സിനെ കുറിച്ചാണ് ഞാൻ പറയണത്. അത് ഭാഗവത മാഹാത്മ്യമാണ്. ശ്രീ ഗുരുവായൂരപ്പദാസ സ്വാമികൾ പോലെയുള്ളവർ ചെയ്തതായ തപസ്സിൻ്റെ, ഈശ്വരാർപ്പണ ജീവിതത്തിൻ്റെ, വിശ്വാസമില്ലാത്ത ഒരു തലമുറയെ വിശ്വാസത്തിൻ്റെ പാതയിലേക്ക് കൈപിടിച്ച് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവന്നതായ തപസ്സിൻ്റെ കാര്യങ്ങൾ പറയുക എന്ന് പറഞ്ഞാൽ അത് ഭാഗവത മാഹാത്മ്യമാണ്. ഈ നൂറ്റാണ്ടിൻ്റെ ഭാഗവത മാഹാത്മ്യമാണ്. ഇവിടെ വേദവ്യാസൻ എഴുതി വെച്ച ഭാഗവത മാഹാത്മ്യം 5000 കൊല്ലങ്ങൾക്ക് മുൻപുണ്ടായിരുന്ന ദ്വാപരയുഗാവസാനം ആദ്യ സപ്താഹം ശ്രീശുക പരീക്ഷയിൽ സംവാദ രൂപേണ നടന്നതിന് ശേഷം, പിന്നത്തെ 2 സപ്താഹം കൂടി ഗോകർണൻ നടത്തിയതിനു ശേഷം 3 സപ്താഹം കഴിഞ്ഞപ്പോഴാണ് വേദവ്യാസൻ ഭാഗവത മാഹാത്മ്യം എഴുതിയത്. വേദവ്യാസൻ ഭാഗവത മാഹാത്മ്യം എഴുതിയതായ കഥ സനകാദികളുടെ സപ്താഹത്തിൻ്റെ കഥയാണ്. ആദ്യത്തെ സപ്താഹത്തിൽ ആചാര്യൻ ശ്രീശുകൻ മാത്രമായിരുന്നു എങ്കിൽ 4ാമത്തെ സപ്താഹമായപ്പോഴേക്കും ആചാര്യന്മാർ 4 പേരായി. സനകാദികളുടെ സപ്താഹം ഗംഗാതീരത്തുള്ള ആനന്ദ തടത്തിൽ നടന്നതായ കഥയാണ് മാഹാത്മ്യം എന്ന ചിത്രീകരണം. അത് ഭാഗവതത്തിൻ്റെ പ്രചാരം ആരംഭിച്ചതായ കലിയുഗത്തിൻ്റെ ആദ്യ നൂറ്റാണ്ടുകളിലെ മാഹാത്മ്യമാണ് എങ്കിൽ 5000 കൊല്ലങ്ങൾക്ക് ശേഷം ഇന്ന് ഈ ഭാഗവതം ഇത്രയും വലിയൊരു തത്വസമീക്ഷ സത്രമായി വളർന്നു വന്നതിൻ്റെതായ പിന്നിൽ പ്രവർത്തിച്ചവരായ അനേക ഗുരുനാഥന്മാരുണ്ട്, ഗുരുവായൂരപ്പദാസന്മാരുണ്ട്, തിരുനാമ ആചാര്യന്മാരുണ്ട്. അവരെ നമ്മൾ മറന്നു പോകാൻ പാടില്ല.
ചിക്കാഗോ മതമഹാസമ്മേളനത്തിൽ ചെന്ന് യതിവര്യനായ വിവേകാനന്ദ സ്വാമികൾ ആധ്യാത്മികതയെക്കുറിച്ച് പ്രസംഗിച്ചത് എന്തായിരുന്നു? ഏതോ പരമ്പരാഗതമായ ഒരു ചങ്ങലയുടെ കണ്ണിയായിട്ട് ഞാൻ ഇവിടെ നിൽക്കണു, ഞാനൊന്നുമല്ല, പക്ഷെ ഞാൻ എല്ലാമാണ്. ആ ചങ്ങലയുടെ ഒരു കണ്ണിയായിട്ട് മാറുമ്പോൾ ഞാൻ എല്ലാമായി മാറണു. ആ കണ്ണിയായിട്ടുള്ള ഞാൻ വേർപെടുമ്പോൾ ഞാൻ ഒന്നുമല്ലാണ്ടയായി തീരണു. നമ്മളെല്ലാമായി തീരുന്നത്, നമ്മളിലുള്ള ആത്മശക്തി ഉയരണത് ആ ഗുരുകാരണവന്മാരെ സ്മരിക്കുമ്പോഴാണ്, അവർ ചെയ്തതായ തപസ്സിനെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. 9ാമത്തെ നവമ ഭാഗവത തത്വസമീക്ഷാ സത്രം, നവമം 9ാമത്തെ. നവം എന്നുള്ളതിന് 9 എന്നുള്ള അർത്ഥമുണ്ട്, പുത്തൻ എന്നുള്ള അർത്ഥമുണ്ട്. കോഴിക്കോട്ട് ശ്രീമദ് ഭാഗവത സത്രം, അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം, 9ാമത്തെ ഭാഗവത സത്രം, അതിൻ്റെ പ്രഭാഷണം നടത്തുന്നതിനിടയിൽ സിദ്ധിനാഥാനന്ദ സ്വാമിജി പറഞ്ഞ ഒരു വരിയാണ് ഞാനിവിടെ എടുത്ത് പറയണത്. നവം, പുതിയത്. 9ാമത്തെയാവുമ്പോൾ പുതിയതായി തീരണു. 8 കഴിഞ്ഞു. ഗുരുവായൂരപ്പൻ്റെ അവതാരം എന്ന പോലെ 8ാമത് ഉണ്ണികൃഷ്ണനായിട്ട് അവതരിച്ച 9ാമത്തെ ഈ നവമ സത്രം, അതൊരു പുതിയ സത്രമാണ്. അത്തരത്തിലായി മാറണം. കഴിഞ്ഞ 8 കൊല്ലങ്ങളായിട്ട് ഇവിടെ ഇരുന്ന് കേട്ടതായ നമുക്കും പറഞ്ഞതായ നമുക്കും ആ മാറ്റം വന്നു കഴിഞ്ഞിരിക്കുന്നു. ഹരേ രാമ എന്ന് ഞാനിവിടെ ഉച്ചരിക്കുന്നതിന് മുൻപ് സദസ്സരെല്ലാവരും ഉച്ചരിച്ചു കഴിഞ്ഞു. നാരായണ നാരായണ എന്നുള്ളതായ മന്ത്രം മൈക്കിൽ കൂടി കേൾക്കുന്നതിന് മുൻപ് നിങ്ങളുടെ നാവിൽ വന്നു കഴിഞ്ഞു. ഈ കഴിഞ്ഞ 8 സത്രങ്ങളുടേതായ പരിണതഫലം ഈ നാവിൽ ആ നാമം വരിക എന്ന് തന്നെയാണ്, ആ ഭഗവാനെ ആശ്രയിക്കാറാവുക എന്ന് തന്നെയാണ്. ഇങ്ങനെ ഓരോ നാവുകളെ കൊണ്ടും നാമം ജപിപ്പിച്ചവരായ തിരുനാമാചാര്യന്മാർ അനേകമുണ്ട്. അവരുടെയൊക്കെ തപസ്സിനെ കുറിച്ച് ആലോചിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് അത്രയ്ക്കൊന്നും തപസ് ചെയ്യുന്നവരല്ല. എല്ലാ സുഖ സൗകര്യങ്ങളോടും കൂടിയതായ ജീവിതം നയിക്കുന്നവരാണ്. സ്വിച്ചിടേ വേണ്ടു എല്ലാ കാര്യങ്ങൾക്കും. എന്നിട്ടും നമുക്ക് അത്തരത്തിലുള്ളതായ തപസ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? അപ്പോൾ ആ താപസന്മാരായ ഈ നൂറ്റാണ്ടിൽ 2000 മുതൽ ഈ 2010 വരെയുള്ളതായ 10 കൊല്ലത്തിനിടയിൽ ഇവിടെ 9ാമത്തെ തത്വസമീക്ഷാ സത്രം എന്നതുപോലെ 28ാമത്തെ അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം കൊല്ലത്ത് നടക്കുന്നത് പോലെ 4ാമത്തെ ദേവി ഭാഗവത സത്രം കോങ്ങാട് ഇത് ആരംഭിച്ചതുപോലെ അയ്യപ്പ സത്രം അവിടെ തന്നെ മറ്റൊരിടത്ത് ആരംഭിച്ചതുപോലെ വാഴകുന്നത്തിനെ സ്മരിക്കുന്ന രീതിയിലുള്ളതായ ഒരു സത്രം തിരുവേഗപ്പുറത്ത് കഴിഞ്ഞ ദിവസങ്ങളിൽ 12 ദിവസമായിട്ട് നടന്നതുപോലെ എത്രയെത്ര വലിയ സത്രങ്ങൾ ഐവർമഠം അനേക പിതൃക്കൾക്ക് ഗതി കിട്ടാൻ വേണ്ടി പിതൃക്കളോടുകൂടി അവിടെ വരുന്നവരായ കുടുംബത്തിന് എല്ലാവർക്കും ശ്രേയസ്സുണ്ടാവാൻ വേണ്ടി അവിടെ നടത്തുന്നതായ 11 ദിവസമായിട്ടുള്ളതായ ഭാഗവത സത്രം, എത്രയെത്ര സത്രങ്ങൾ. ഈ പുതുമ 2000-ന് ശേഷമുണ്ടായ ഈ ഒരു ദശകത്തിനിടയിലുണ്ടായതായ മാറ്റം, ആധ്യാത്മിക തരംഗം, ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവരായ താപസന്മാരെ, കാരണവന്മാരെ, ഗുരുനാഥന്മാരെ, തിരുനാമാചാര്യന്മാരെ, ഗുരുവായൂരപ്പ ദാസന്മാരെ സ്മരിക്കാൻ പുറപ്പെട്ടാൽ മാഹാത്മ്യം പറയൽ വേറെ വേണോ? എന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം ഭാഗവത മാഹാത്മ്യം പറയലാണ്. ഇന്ന് ഭാഗവതത്തിനുണ്ടായ ഈ വളർച്ചയുടെ പിന്നിൽ അത് നട്ടുവളർത്തിയവരായ അനേക വ്യക്തികളുണ്ട്. ഭാഗവത സത്രം 8ാമത് കുമാരനല്ലൂർ നടക്കുന്ന അവസരത്തിലാണ്. അതുവരെ അങ്ങനെ ഒരു സമിതി ഉണ്ടായിരുന്നില്ല. മാടശ്ശേരി, PTN, EVP ഇങ്ങനെ 3 പേരാണ് അതിൻ്റെ പിന്നിൽ ആദ്യം ഉണ്ടായിരുന്നവര്. അവര് ഇങ്ങനെയായാൽ പോരാ, ഞങ്ങൾക്കൊക്കെ വയസ്സായി, സ്കൂൾ മാഷായിട്ട് റിട്ടയർഡായതിനു ശേഷമാണ് നാമം ജപിച്ചുകൊണ്ട് അങ്ങനെയുള്ളതായ ഒരു കൊല്ലത്തെ നാമജപത്തിൻ്റെതായ വാർഷികമായിട്ട് ഭാഗവത ഹംസം പറഞ്ഞതനുസരിച്ച് ആ പേര് ഭാഗവത സത്രം എന്നുള്ളതായ പേരിട്ടത്. ആ ഭാഗവത സത്രപ്പത് 8ാമത്തെ തവണയായി. ഒരു 8 വയസ്സ് പ്രായമായ ഉണ്ണികൃഷ്ണനെ പോലെയാണ്. ഇനി ഉത്തരവാദിത്തങ്ങൾ സ്വയം ഏറ്റെടുക്കുന്ന രീതിയിൽ ഞങ്ങളിതാ പതുക്കെ മാറുകയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാരായിട്ടുള്ള കുറേ പേര് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കാനായിട്ടുണ്ടാവണം. കണ്ടമംഗലം സുബ്രഹ്മണ്യേട്ടൻ, ഇവിടെയും ആദ്യ സത്രങ്ങളുടെ ആ സാരഥ്യം വഹിച്ചിരുന്നതായ കണ്ടമംഗലം സുബ്രഹ്മണ്യേട്ടൻ തുടങ്ങിയ എണ്ണിയാൽ ഒടുങ്ങാത്ത അനവധി സുഹൃത്തുക്കളുണ്ട്. അങ്ങനെ ഒരു സൗഹൃദ സംഗമത്തിൻ്റെ ഇടയിലിത് എത്രയോ പേര് ആ സാരഥ്യം ഏറ്റെടുക്കാനായിട്ട് വന്നു. അങ്ങനെ 9ാമത്തെ സത്രം കോഴിക്കോട്ട് സുബ്രഹ്മണ്യേട്ടൻ്റെ അടുത്തുള്ളതായ
സ്ഥലമായതുകൊണ്ട് അവിടെയുള്ള കല്യാണ മണ്ഡപത്തിൽ വെച്ച് നടത്താനായിട്ട് തീരുമാനിച്ചു. 9 മുതൽ അങ്ങോട്ട് അതൊരു നവമ സത്രം മാത്രമായിരുന്നില്ല, നവം സത്രമായിരുന്നു. സത്രത്തിൻ്റെ വഴിത്തിരിവ്, സത്രം എന്ന പേരിൽ ഉണ്ടായിരുന്ന സത്സംഗത്തിൻ്റെതായ വളർച്ച, ഉണ്ണികൃഷ്ണൻ 6, 8 വയസ്സ് വരെയൊക്കെ ഇങ്ങനെ ഓടിച്ചാടി കളിച്ചുകൊണ്ടുള്ളതായ കളികളായിരുന്നു വെച്ചാൽ ഇനി കളികളായാൽ പോരാ, ലോകരെ സർവരെയും അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ടുള്ളതായ പ്രേമലീലകൾ എന്ന പോലെയുള്ളതായ വളർച്ച എന്നതുപോലെ ഭാഗവതത്തിൻ്റെ ഒരു പ്രായം. ഇന്ന് 28ാമത്തെ സത്രം കൊല്ലത്ത് നടക്കുമ്പോൾ 28ാമത്തെ വയസ്സുള്ള ഉണ്ണികൃഷ്ണനാണ് ദ്വാരകയിൽ എത്തിച്ചേർന്നതായ രുക്മിണി വല്ലഭനാണ് എന്ന് ചിന്തിക്കുകയാണ് വെച്ചാൽ അന്നൊരു 8ാം വയസ്സ്, 9ാം വയസ്സ്, ആ ഒരു നവമ സത്രം, ആ സത്രത്തിൻ്റെതായൊരു നവമായ വഴിത്തിരിവ്, ആ വഴിത്തിരിവിൽ കൂടി പിന്നീട് 10ാമത്തെ സത്രം തൃശ്ശൂരായിട്ടും പിന്നെ കൊല്ലത്തായിട്ടും ആലപ്പുഴയായിട്ടും അതങ്ങനെ വളർന്നു വലുതായി ശ്രീ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് തന്നെ മധുര 17-ൽ എത്തിച്ചേർന്നു. 18ാമത്തെ സത്രാകുമ്പോഴേക്കും മള്ളിയൂര് മഹാഗണപതി ക്ഷേത്ര സന്നിധിയിൽ മള്ളിയൂര് ഭാഗവത ഹംസത്തിൻ്റെ 80ാം പിറന്നാളിനോടനുബന്ധിച്ചുള്ളതായ സത്രമായിരുന്നു. ഇന്നത് വളർന്നു വലുതാവുന്നതോടു കൂടിയിട്ട് 24ാമത്തെ സത്രം തിരുമാന്താംകുന്നിൽ നടക്കുന്ന അവസരത്തിലാണ്. തിരുമാന്താംകുന്നിൽ അമ്മ തീരുമാനിച്ചു, ഉണ്ണികൃഷ്ണൻ്റെ സത്രം ഇത്രയൊക്കെ കേമായിട്ട് ആൾക്കാർ നടത്തുമ്പോൾ അമ്മയുടെ സത്രം ആൾക്കാർ നടത്തണ്ടേ. ഉണ്ണികൃഷ്ണൻ അവതരിക്കുന്ന സമയത്ത് എന്നെയും കൂടിയും അനുഗ്രഹിച്ചതാണല്ലോ. കൃഷ്ണാവതാരത്തിന് തൊട്ട് മുൻപായിട്ട് രാമേട്ടനോട് വേഷം കെട്ടി പുറപ്പെട്ടോളൂ, രാമേട്ടനെ ഇങ്ങോട്ട് മാറ്റേണ്ട കാര്യം, പിന്നെ ദേവി അവിടെ യശോദ കിശോരിയായിട്ട് അവതരിക്കേണ്ട കാര്യം, അവതാരത്തിന് ശേഷം എൻ്റെ ലീലകളുടെ മുഴുവൻ സംവിധാനം ഞാനിത് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. ആ സംവിധായിക എന്ന പേരിൽ ഇനി കലിയുഗ കാലഘട്ടത്തിലുള്ളവർ ദേവിയെ മായ, നാരായണി, ഈശാനി, ശാരദ, അംബിക, ദുർഗ, ഭദ്രകാളി, കുമുദ, ചണ്ഡിക, പറളിക്കാട്ടമ്മ എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ആരാധിച്ചുകൊണ്ടേയിരിക്കും. ആരാധിച്ചുകൊണ്ടിരിക്കുന്നവരായ അവരുടെ മുഴുവൻ കാര്യങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് സർവകാമ വരേശ്വരീം, സർവകാമങ്ങളും വിതരണം ചെയ്തുകൊണ്ട് വരതയായിട്ട് ഇവിടെ വസിക്കണം എന്ന് പറഞ്ഞതായ ആ ഭഗവാന്റെ വാക്കനുസരിച്ച് അമ്മ തീരുമാനിച്ചു. ഗുരുവായൂരപ്പൻ്റെ സത്രം ഇപ്പോൾ ഇത് 24ാമത്തെയായല്ലോ. തിരുമാന്താംകുന്നിൽ അമ്മയുടെ തിരുസന്നിധിയിലേക്ക് ഇങ്ങോട്ട് എത്തിച്ചേർന്ന് കഴിഞ്ഞുവല്ലോ. എന്നാൽ ഇനി ഇത് ദേവിയുടെ മാഹാത്മ്യവും ഭക്തന്മാരറിയട്ടെ, ദേവനായ ഗുരുവായൂരപ്പനും ദേവിയായ ഞാനും തമ്മിലൊരു വ്യത്യാസവുമില്ല എന്ന് ലോകരറിയട്ടെ. ഭഗവാന്റെ തന്നെ ശക്തിയാണ്, പരാശക്തിയാണ്, മായാശക്തിയാണ്, ത്രിമൂർത്തികൾക്കും മാതാവാണ് ഞാനെന്നുള്ള കാര്യം ലോകരറിയട്ടെ എന്നുള്ള നിലയ്ക്ക് 24ാമത്തെ സത്രം കഴിഞ്ഞ് 25ാമത്തെ എവിടുന്നാണോ സത്രം ആരംഭിച്ചത് ആ കുറിച്ചിത്താനത്ത് തന്നെ തിരിച്ചെത്തിച്ചേരുമ്പോഴേക്കും ഇവിടെ 1ാമത്തെ പ്രഥമ ശ്രീമദ് ഭാഗവത ദേവീ ഭാഗവത സത്രം ആരംഭിച്ചു. എവിടുന്ന് തുടങ്ങിയോ അവിടേക്ക് ഒരു വൃത്തം പോലെ തിരിച്ചു വന്നതായ കുറിച്ചിത്താനത്ത് എത്തിച്ചേർന്നപ്പോഴേക്കും ഭാഗവതത്തിൻ്റെതായ വളർച്ച അത് ദ്വാരകാനാഥനെ പോലെ കീർത്തിയായിട്ട് മാറിക്കഴിഞ്ഞു. കുറിച്ചിത്താനത്ത് 25ാമത്തെ സത്രത്തിന് ശേഷം 26ാമത് തൃശ്ശൂർപേരൂർ വടക്കുന്നാഥ സന്നിധിയിൽ പറമേക്കാവിൽ അമ്മയുടെ തിരുമുമ്പിൽ ഉണ്ണികൃഷ്ണൻ്റെ ആ നൃത്തം വയ്ക്കുന്നതായ ദിവ്യ സന്നിധിയിൽ നടത്താനായിട്ട് സാധിച്ചു. 50ഓളം ഭാഗവത സുഹൃത്തുക്കൾ ഒന്നിച്ചു കൂടിച്ചേർന്നുകൊണ്ടുള്ളതായ ഒരു വലിയ മഹോത്സവമായിരുന്നു. അതിൽ പങ്കെടുത്തവരോരോരുത്തരും ഇപ്പോഴും പറയണു അതൊരനുഭൂതിയായിരുന്നു. അത്തരം അനുഭൂതിക്ക് വേണ്ടിയാണ് ഭാഗവതം. ആ ഈശ്വരാനുഭൂതിയുടെ തലത്തിലേക്ക് നമ്മളെ ഉയർത്താനാണ് സത്രങ്ങൾ ഓരോന്നും. അതാണ് ഭാഗവതത്തിൻ്റെ മാഹാത്മ്യം. ഇത് ഭാഗവതത്തിന് മുമ്പിൽ വരുന്നത്, ഭാഗവതത്തിന് മുമ്പിൽ വന്നിരുന്നാൽ എന്ന പോലെ വേറൊരു കോഴ്സിന് പോയാലും കിട്ടില്ല. 25 കൊല്ലത്തെ ഗുരുവായൂരപ്പദാസ സ്വാമികളാകുന്ന ഗുരുനാഥൻ്റെ അനുഗ്രഹം കൊണ്ട്, എൻ്റെ വാക്കായിട്ടല്ല അദ്ദേഹത്തിൻ്റെ വാക്കായിട്ട് എനിക്ക് പറയാൻ സാധിക്കും. 23ാം വയസ്സിൽ അന്നത്തെ RR സഖാവ് എന്ന അഡ്രസ്സ് ഉപേക്ഷിച്ചുകൊണ്ട് ഗുരുവായൂർ എത്തിച്ചേർന്നതായ അദ്ദേഹം ഗുരുവായൂരപ്പദാസ സ്വാമികളായും കൊണ്ട് പിന്നീട് ഒരു 60 കൊല്ലം ഭാഗവതത്തിൻ്റെ ഷഷ്ടിപൂർത്തി കഴിഞ്ഞുകൊണ്ടാണ് ഭൗതിക ശരീരം ഉപേക്ഷിച്ചത്. അതുകൊണ്ട് ആ ഗുരുനാഥൻ്റെ കൂടി സഞ്ചരിച്ചതായ ഭാഗവത സത്സംഗത്തിൻ്റെതായ സത്രത്തിൻ്റെതായ യാത്രയിൽ കൂടി എനിക്ക് ഉറപ്പിച്ചു പറയാൻ സാധിക്കും, ഇങ്ങനെ ഒരു കോഴ്സ്, ആധ്യാത്മിക കോഴ്സ് ഇനി എത്ര പണം കൊടുത്താലും വേണ്ടില്ല, എവിടെ ചെന്നാലും നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ സാധിക്കുകയില്ല. ഇവിടെ വരുന്നവർക്ക് എല്ലാവർക്കും വേണ്ടതായ സൗകര്യങ്ങൾ അഖില ഭാരത ശ്രീമദ് ഭാഗവത സത്രം ഓരോ വർഷങ്ങളിലും കേരളത്തിൻ്റെ ഓരോ ഭാഗങ്ങളിലായിട്ട് നടത്തി വരുമ്പോൾ ഏകദേശം 20ഓളം സത്രങ്ങൾ കഴിഞ്ഞതോടുകൂടിയിട്ട് ഇവിടെയും സംപൂജ്യ സ്വാമിജി
ഇത്തരത്തിലുള്ളതായ ഒരു സംവിധാനം ചെയ്തു. 9ാമത്തെ ഭാഗവത സത്രത്തിൻ്റെതായ പുതുമയിലേക്ക് ഇപ്പോൾ എത്തിച്ചേർന്ന് കഴിഞ്ഞു. ഒരു തൈ നട്ടുകഴിഞ്ഞാൽ, ഒരു വിത്ത് നട്ടുകഴിഞ്ഞാൽ അതങ്ങനെ തൈയായിട്ട് വളർന്നു വന്ന് അതിൽ നിന്ന് ഫലമുണ്ടാവാറാവാൻ കുറച്ചു കാലം വേണ്ടി വരുന്നത് പോലെ ഇന്നത് ഫലങ്ങൾ അനുഭവപ്പെടാനായിട്ട് തുടങ്ങിക്കഴിഞ്ഞു. ഓരോ ചുണ്ടിൽ നിന്നും നാമങ്ങൾ ഉച്ചത്തിൽ ഉച്ചരിക്കാനായിട്ട് ആരംഭിച്ചു കഴിഞ്ഞു. ഈ നാമസങ്കീർത്തനത്തിൽ കൂടിയല്ലാതെ കണ്ട് ഈ ലോകത്തെ ശുദ്ധീകരിക്കാൻ സാധിക്കുകയില്ല. ഇന്ന് ലോകത്തിൽ ബാധിച്ചതായ നാനാവിധ ബാധകൾ, കലിബാധകൾ, ആ കലിബാധകളിൽ നിന്ന് ലോകത്തെ നമുക്ക് രക്ഷിക്കാൻ ഏക പോംവഴി ഇത് ഭഗവൻ നാമങ്ങളാണ് എന്ന് വേദവ്യാസൻ പ്രഖ്യാപിച്ചതാണ് ഈ നാമപുരാണം, ഈ ഭാഗവത പുരാണം. സഹസ്രനാമത്തിൻ്റെ മഹാത്മ്യം ശരശയ്യയിൽ കിടന്നുകൊണ്ട് ഭീഷ്മര് ധർമ്മപുത്ര മഹാരാജാവിനോട് ഉപദേശിച്ചു. ആകെ ടെൻഷനായിട്ടാണേ കുരുക്ഷേത്ര യുദ്ധാദികളൊക്കെ കഴിഞ്ഞ് ഭരണം ഏറ്റെടുക്കേണ്ടി വന്നതിൻ്റെതായ ടെൻഷൻ. അതുവരെ ഭരണം കയ്യിൽ നിന്ന് പോയില്ലോ എന്നുള്ളതായ ടെൻഷൻ, ഇപ്പം ഭരണം ഏറ്റെടുക്കേണ്ടി വന്നുവല്ലോ എന്നുള്ളതായ ടെൻഷൻ. അങ്ങനെ ഒരു ടെൻഷനുമായിട്ടാണ് ധർമ്മപുത്രര് അനിയന്മാരോടുകൂടി, പാഞ്ചാലിയോടുകൂടി, കുന്തി മാതാവിനോടുകൂടി, അനേക മഹർഷിമാരോടുകൂടി ശരശയ്യയിൽ കിടക്കുന്നതായ ഭീഷ്മരുടെ അടുത്തേക്ക് വരണത്. ഭീഷ്മര് പുഞ്ചിരിച്ചു. ധർമ്മ ഉണ്ണി എന്നുള്ള ആ ഒരു വാത്സല്യപൂർവ്വം, ധർമ്മപുത്ര ഉണ്ണി, ഇതൊന്നും ഒരു ടെൻഷനൊന്നുമല്ല. എൻ്റെ കാര്യം ആലോചിച്ചാലേ, ഞാൻ അനുഭവിച്ചതായ ടെൻഷൻ ആലോചിച്ചാലേ, ഇപ്പം ഈ ശരശയിൽ കിടക്കുന്നത് കാണുമ്പോൾ വല്ലാണ്ട് മുത്തശ്ശന് വിഷമമുണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടാവും. ഇതൊന്നും സാരല്ല. ഈ ശരീരം അനുഭവിക്കുന്നതായ വേദനയൊന്നും എനിക്കൊരു വേദനയായിട്ട് തോന്നണില്ല. കാരണം അതിലും വലിയ മാനസിക സംഘർഷങ്ങൾ ഞാൻ അനുഭവിച്ചു കഴിഞ്ഞതാണ്. ഈ ഇന്ദ്രപ്രസ്ഥത്തിന് വേണ്ടിയിട്ടുള്ളതായ പോരാട്ടങ്ങളിൽ അനേക നേതൃത്വം വഹിച്ചവനാണ്. എനിക്കിതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. എങ്ങനെയാ പ്രശ്നമല്ലാണ്ടായത്? മാനസിക ടെൻഷൻ വരണ അവസരത്തിൽ ഞാൻ എങ്ങനെയാണത് പരിഹരിച്ചത്? ഉണ്ണി ധർമ്മപുത്ര, അതിന് വേറൊരു മാർഗം ഉണ്ടായിരുന്നില്ല. ഒരേ ഒരു മാർഗം, ഈ കൃഷ്ണനെ അങ്ങോട്ട് വിളിക്കുക. വിശ്വസ്മയി നമ, വിഷ്ണവേ നമ, ഇതൊക്കെ ഇപ്പം അങ്ങോട്ട് ജപിച്ചതല്ല. എത്രയോ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ മാനസിക പിരിമുറുക്കങ്ങൾ വരുന്ന അവസരത്തിൽ ഇനി ആരോടും ഒന്നും ചോദിക്കാനായിട്ടില്ല, ആരും മറുപടി പറഞ്ഞു തരാനായിട്ടില്ല എന്നുള്ളതായ അവസരത്തിൽ ഞാൻ ഉച്ചരിച്ചതായ ആ ഉച്ചത്തിലുള്ളതായ തിരുനാമങ്ങൾ അന്ന് വേറെ ആരും കേൾക്കുണ്ടായിട്ടില്ല. ഇന്നതെല്ലാം കോർത്തുകൊണ്ട് ഒരു മാലയായിട്ട് ഉണ്ണി ധർമ്മപുത്ര നിന്റെ കഴുത്തിൽ ചാർത്തുന്നു. ഇനി ആരെങ്കിലും ടെൻഷനുമായിട്ട് ഇങ്ങോട്ട് മുമ്പിലേക്ക് ഓടി വന്നു കഴിഞ്ഞാൽ ഈ സഹസ്രനാമം അങ്ങോട്ട് ചൊല്ലി കേൾപ്പിച്ചാൽ മതി. ആ സഹസ്രനാമത്തിൽ കൂടി അവരുടെ സർവ്വ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടും. ഈ തത്വസമീക്ഷാ സത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ഇവിടെ എല്ലാവരും കൂടിയിട്ടിരുന്നിട്ടുള്ളതായ ഒരു കൂട്ടത്തോടു കൂടിയ സഹസ്രനാമ യജ്ഞമുണ്ട്. ആ ശബ്ദങ്ങളാണ്, ആ നാമസങ്കീർത്തനങ്ങളാണ് ചുറ്റുപാടുകളെ, കേരളക്കരയെ, പരശുരാമ ക്ഷേത്രത്തെ, ഭാരത പുണ്യഭൂമിയെ, അല്ല കടലുകൾ കടന്ന് അവിടെയും എത്തിച്ചേർന്നവരായ പാശ്ചാത്യരെ സർവരെയും ശുദ്ധീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ നാമം പോലെ ഇത്രയും മഹത്വമേറിയതായിട്ട് മറ്റൊന്നുമില്ല എന്നാണ് ഹരിനാമ സങ്കീർത്തനത്തിൽ കൂടിയും ജ്ഞാനപ്പാനയിൽ കൂടിയും ഭാഗവതത്തിൻ്റെതായ കാവ്യം നാരായണീയം എഴുതിയതായ മേൽപ്പത്തൂരിൻ്റെ കാവ്യമായിട്ടും എല്ലാം പ്രഖ്യാപിച്ചത് ആ നാമ മഹാത്മ്യങ്ങളെയാണ്. ആ തിരുനാമത്തിൻ്റെ മഹത്വങ്ങൾ എത്രയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റണതല്ല. ആ നാമമാഹാത്മ്യം, അതാണ് ശ്രീമദ് ഭാഗവതം. നാമത്തിൽ എത്ര കണ്ട് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുവോ, എത്ര കണ്ട് തിരുനാമങ്ങൾ നമുക്ക് ഉച്ചരിക്കാൻ സാധിക്കുന്നുവോ, അത്രയും നമ്മൾ ഭാഗവതത്തെ അറിഞ്ഞു എന്ന് പറയാം. ആ നാമ വിശ്വാസമോ നാമജപാദികളിലുള്ളതായ ശ്രദ്ധയോ വന്നിട്ടില്ല എങ്കിൽ നമ്മുടെ ചിന്തകളെല്ലാം, നമ്മുടെ തത്വചിന്തകളെല്ലാം വെറും ബുദ്ധിയുടേതായ യുക്തിചിന്തകളായിട്ട് മാത്രം അവസാനിക്കണു എന്നും കാണാനായിട്ട് സാധിക്കും. മനസ്സിൻ്റെ ശുദ്ധീകരണം ഭഗവൻ നാമങ്ങൾ എന്ന പോലെ മറ്റൊന്നുകൊണ്ടും സാധിക്കുകയില്ല. ഗുരുവായൂർ മഹാക്ഷേത്രം ഇന്നിവിടെ മഞ്ഞുളാല് വരെ ക്യൂ നിൽക്കുന്നതായ തിരക്കാണ്. എന്തൊരു തിരക്കായി ഗുരുവായൂര്! ഇങ്ങനെ തിരക്കുണ്ടാവാൻ എന്താ കാരണം? ഭണ്ഡാരങ്ങൾ നിറഞ്ഞതാണോ? ഭണ്ഡാരങ്ങൾ നിറയാൻ എന്താ കാരണം? നാമജപമാണ്. തിരുനാമാചാര്യൻ 16 വയസ്സിന് ശേഷമുണ്ടായ തൻ്റെ രോഗബാധയിൽ നിന്ന് ഗുരുവായൂരപ്പൻ്റെ നേദ്യച്ചോറ് കഴിച്ചപ്പോൾ രോഗം മാറിയതിനു ശേഷം, അന്ന് അമ്മാമൻ മേശാന്തിയായിരുന്നു, അമ്മാമൻ്റെ കൂടെ മരുമകനായിട്ട് അവിടെ ചെന്നതിന് ശേഷം പിന്നീട് നാരായണ ആലയവുമായി നാമജപവുമായി ഇന്നും മുടങ്ങാതെ കണ്ട നാമജപം നടത്തിക്കൊണ്ടേയിരിക്കണു.
ഗുരുവായൂർ അമ്പലത്തിലേക്ക് മതിലുകൾ തകർത്ത് അങ്ങോട്ട് കടന്നതിൻ്റെതായ വാർഷികാഘോഷത്തിൻ്റെ പേരിൽ അവിടെ പുരസ്കാരങ്ങളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. പക്ഷേ ഈ തിരുനാമം ജപിച്ചുകൊണ്ട് ആ ക്ഷേത്രത്തിനെ ഇത്തരത്തിൽ മാറ്റിയെടുത്തതായ തിരുനാമാചാര്യന്മാരെ സ്മരിക്കാൻ സത്രങ്ങളിൽ മാത്രമേ സാധിക്കുള്ളൂ. സപ്താഹയജ്ഞങ്ങൾ നടത്തിയവർക്ക് മാത്രമേ ഇതിന്റെ മാഹാത്മ്യം മനസ്സിലാവുള്ളൂ. അങ്ങനെ ഒരു തിരുനാമാചാര്യന്റെ മാഹാത്മ്യം ഗുരുവായൂർ നടത്തിയതായ നാമജപം എന്ന് പറയുമ്പോൾ ഓരോ ക്ഷേത്രങ്ങളിലും ഇടിഞ്ഞു പൊളിഞ്ഞ് നശിക്കാറായതായ ക്ഷേത്രങ്ങളിലും എന്തിനായി അമ്പലം, എന്തിനായി അന്ധവിശ്വാസങ്ങൾ, എന്തിനാണ് ഈ വിഗ്രഹങ്ങൾ, ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ, നേരത്തെ നീക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, കുളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ, കട്ടൻ കാപ്പി കുടിച്ചാൽ പോരെ എന്നൊക്കെ ചോദിച്ചുകൊണ്ടുള്ളതായ ആ ആധ്യാത്മികത, ഭാരതീയ സംസ്കാരം നശിക്കുന്നതായ അധപ്പതിക്കുന്നതായ കാലഘട്ടത്തിലും ഒരു നറക്കല നേദ്യെങ്കിലും കഴിക്കട്ടെ. അടുത്തുള്ള ക്ഷേത്രങ്ങൾ അങ്ങനെ തകർന്നു പോയാൽ പറ്റില്ല എന്ന രീതിയിൽ ആ ക്ഷേത്രത്തിനെ സംരക്ഷിച്ചു വന്നിരുന്നവരായ, ക്ഷേത്രത്തിന് നിത്യപൂജാദികളാകുന്ന കാര്യങ്ങൾ നിർവഹിച്ചിരുന്നവരായ ആ താപസന്മാർ, ഭാഗവത താപസന്മാരെ കുറിച്ച് പറയുമ്പോൾ അവരെ കുറിച്ച് കൂടി പറയാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. ക്ഷേത്രപ്രവേശനം എന്ന രീതിയിൽ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് നാട്ടുകാർക്ക് എല്ലാവർക്കും കൂടി കടന്നു ചെന്നുകൂടെ എന്ന രീതിയിലൊരു വിപ്ലവത്തിന് ശേഷമാണ് അതേവരെ ഉണ്ടായിരുന്ന ക്ഷേത്രത്തിൻ്റെതായ അന്തസ്സും ആ പ്രതാപവും അധപ്പതിച്ചത് എന്ന് നിങ്ങൾക്ക് ചരിത്രം വായിച്ചു നോക്കൊന്നും വേണ്ട, കഴിഞ്ഞ നൂറ്റാണ്ടിലേക്ക് കണ്ണോടിച്ചാൽ കാണാൻ സാധിക്കും. അങ്ങനെ അനേക ക്ഷേത്രങ്ങൾ ഇവിടെ തുറക്കാൻ പോലും ആളില്ലാണ്ട്, വിളക്ക് വയ്ക്കാൻ എണ്ണ പോലും ഇല്ലാണ്ട്, ഒരു നറക്കല നേദ്യത്തിന് പോലും ആളില്ലാണ്ടുള്ള അവസരത്തിലും ഇല്ലത്തെ പട്ടിണിയാച്ചാലും വേണ്ടില്ല, കുട്ടികൾക്ക് ഊണ് കൊടുക്കാനുള്ളതായ ചോറില്ലാച്ചാലും വേണ്ടില്ല, ഭൂനിയമങ്ങളൊക്കെ വന്നുകൊണ്ട് ഇവിടെ ആകെ തകർന്നുവെച്ചാലും വേണ്ടില്ല, ഓരോരുത്തരും നമ്മുടെ കാരണവന്മാർ ഓരോരുത്തരും കുളിച്ച് ശുദ്ധമായിട്ട് ആ ക്ഷേത്രത്തിൽ ചെന്ന് നട തുറന്ന് ഒരു നറക്കലയെങ്കിലും നേദിച്ചതിൻ്റെ ഫലമായിട്ടാണത് പൂട്ടാണ്ടിരുന്നത്. പിന്നീട് ആ ക്ഷേത്രത്തിൻ്റെതായ പുരോഗതി ആ നറക്കല നിവേദ്യമായിട്ട് നിലനിൽക്കുന്നതിനിടയിൽ ആ ക്ഷേത്രത്തിൽ ചെന്ന് ഭാഗവതം വായിച്ചവരായവരുടെ പേരുകൾ പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അനവധിയുണ്ട്. വെളിഞ്ഞില് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ്. അപ്പോൾ അവിടെ അമ്പലം തുറക്കാൻ പോലും നിവൃത്തിയില്ലാത്തൊരവസ്ഥയാണ്. സാരല്ല, ഞാനവിടെ വന്നിട്ടൊരു ഭാഗവത മുറ വായിക്കാം. സഹസ്രനാമങ്ങൾ എന്ന പോലെ സഹസ്രത്തിലധികം മുറകൾ അദ്ദേഹം അന്ന് ഈ ആധ്യാത്മികത തകരുന്ന കാലഘട്ടത്തിൽ, വിശ്വാസത്തെ തകർക്കുന്ന കാലഘട്ടത്തിൽ അത്തരം ക്ഷേത്രങ്ങളിൽ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടന്നു ചെന്ന് സ്വന്തം കയ്യിൽ നിന്ന് കാശെടുത്തുകൊണ്ട് ഭാഗവതം വായിച്ച് അന്ന് അദ്ദേഹം വെച്ചതായ തെങ്ങിൽ നിന്ന് കിട്ടുന്നതായ നാളികേരം ഇന്ന് അമ്പലത്തിൻ്റെ കമ്മിറ്റിക്കാരിടുമ്പോൾ അദ്ദേഹത്തിനെ ഓർക്കേണ്ടതാണ്. അദ്ദേഹം എവിടെ വായനയ്ക്ക് ചെന്നിട്ടുണ്ടോ അവിടെയൊക്കെ വായന കഴിഞ്ഞാൽ ഓരോ തെങ്ങ് വയ്ക്കുക എന്നുള്ളതൊരു സമ്പ്രദായമായിരുന്നു. വെറും ഭക്തി മാത്രമായിരുന്നില്ല, കർമ്മയോഗത്തിൻ്റെയും സാരഥ്യം വഹിച്ചവരായിരുന്നു ആ ഭാഗവതാചാര്യന്മാർ. കർമ്മയോഗവും ഭക്തിയോഗവും ജ്ഞാനയോഗവും എല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് നിത്യജീവിതത്തിലേക്ക് പകർത്തിയവരായിരുന്നു ആ ഭാഗവത ഗുരുനാഥന്മാർ. അവരെ ഓരോരുത്തരെയും കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എനിക്കിവിടെ വേറൊന്നും പറയേണ്ടതായ ആവശ്യമില്ല. ഭാഗവത മാഹാത്മ്യം എന്ന പേരിൽ എന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വം ആ രീതിയിൽ തന്നെയാണ് ഗുരുവായൂരപ്പൻ ഇവിടെ പറയിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ആ ഭാഗവതത്തിൻ്റെതായ മഹത്വം ഭാരത പുണ്യഭൂമിയിൽ നിന്നും കടൽ കടന്ന് എത്രയോ വിദൂരത്തേക്ക്, വിദേശത്തേക്ക് സ്വാമിജി തന്നെ എത്തിച്ചിരിക്കുന്നു. ഈ 9ാമത്തെ നവമ സത്രമാകുമ്പോഴേക്കും ഇതിനുവേണ്ടി കർമ്മയോഗിയായി പിന്നിൽ ഗുരുവായൂരപ്പനെ പോലെ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതായ സ്വാമിജി കടൽ കടന്ന് അമേരിക്ക വരെ എത്തി ഭാഗവതം പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഗുരുനാഥന്റെ ഗുരുവായൂരപ്പദാസ സ്വാമികളുടെ വാത്സല്യത്താൽ വളർന്നു വലുതായതായ എന്നെയും ഗുരുവായൂരപ്പൻ ഇത് കടലിൻ്റെ എത്രയോ കരകളുടെ അപ്പുറത്തേക്ക്, നമ്മളിരിക്കണ ഭൂമിയുടെ, ഭാരത പുണ്യഭൂമിയുടെ നേരെ താഴത്തേക്ക്, ഗോളമായിട്ടുള്ള ഭൂമിയുടെ നേരെ താഴെയാണല്ലോ അമേരിക്ക എന്ന് പറയുന്നതായ സ്ഥലം. അവിടം വരെ ഭാഗവതവുമായിട്ട് ഗുരുവായൂരപ്പൻ എന്നെ എത്തിച്ചു. അവിടെ ഇരുന്ന് ഭാഗവതം കേട്ടവർ പോലും ഈ സദസ്സിൽ ഇവിടെയുണ്ട്. അത്തരത്തിൽ ഭാഗവതം എവിടെയാണ് എത്തിച്ചേരാത്തത്? ഇങ്ങനെ കടൽ കടന്ന് അമേരിക്ക വരെ ഭാഗവതം എത്തിച്ചേർന്നു എങ്കിൽ, അല്ലെങ്കിൽ ഭാഗവത പാരായണത്തിനായിട്ടോ പ്രഭാഷണത്തിനായിട്ടോ സപ്താഹത്തിനായിട്ടോ
ഇന്നുള്ള എന്നെ പോലെയുള്ള ഒന്നും അറിയാത്ത ഒരു പാവം വായനക്കാരന് പോലും അവിടെ എത്തിച്ചേരാൻ സാധിച്ചെങ്കിൽ അവിടം വരെ ഭാഗവതം എത്തിച്ചതിൻ്റെ പിന്നിലുള്ളതായ താപസന്മാര്, അവരെ നമ്മൾ ഒരിക്കലും മറന്നുകൂടാ. അവർ ചെയ്തതായ തപസ്, അതിനെക്കുറിച്ച് ഒരിക്കലും മറന്നുകൂടാ. ഭാഗവത സപ്താഹയജ്ഞവേദിയിൽ അനേക ആചാര്യന്മാരുടെയും മറ്റും ഫോട്ടോ വെക്കണമെന്ന് എൻ്റെ മനസ്സിലൊരു സങ്കല്പമായിരുന്നു. സ്വാമിജിക്ക് അത് വേണമെങ്കിൽ സാധിക്കും. വാഴകുന്നം വാസുദേവ നമ്പൂതിരിപ്പാട്, ഗുരുവായൂരൊന്നും ആരും ഉള്ളിലേക്ക് കടക്കുക തന്നെ ചെയ്യാത്തതായ അവസരത്തിൽ എന്തിനാ അവിടേക്ക് പോയിട്ട് വെറുതെ നേരം കളയണത് എന്ന് ചോദിക്കണതായ അവസരത്തിൽ ആ കൂത്തമ്പലത്തിലിരുന്നു കൊണ്ട് ഭാഗവത കഥകൾ പറഞ്ഞ് മതിൽക്കകത്തേക്ക് ആൾക്കാരെ കടത്തിക്കൊണ്ടുവന്നതായ അദ്ദേഹത്തിൻ്റെ തപസ്, ആ തപസ്സിന്റെ ഫലമായിട്ട് അദ്ദേഹത്തിന്റെ നാട്ടിൽ തിരുവേഗപ്പുറയിൽ ഇത് 12 ദിവസമായിട്ടൊരു വാഴകുന്നം സ്മാരക സത്രം നടക്കുന്നുണ്ടായി. ഇങ്ങനെ ഓരോ ആചാര്യന്മാരുടെ പേരിലും സത്രങ്ങൾ നടത്തണം. പാലേലി വലിയൊരു ഭാഗവത പണ്ഡിതനാണ്, വേദപണ്ഡിതനാണ്. ബ്രഹ്മസ്വം മഠത്തിൽ എൻ്റെ സീനിയറായിട്ടുള്ള ഒരു വലിയ ജ്യേഷ്ഠനെ പോലെയുള്ളതായ സ്ഥാനമാണ്. ജീവിതത്തിൽ എന്ന പോലെ മരണത്തിൽ പോലും അദ്ദേഹം നിർഭയനായിട്ട് ലോകത്തിന് കാണിച്ചതായ മാതൃക ലോകരറിയണം. 28ാമത്തെ ശ്രീമദ് ഭാഗവത സത്രവേദി പാലേലി ഹാൾ എന്ന് പേരിട്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. വേണം, എണ്ണിയാലൊടുങ്ങാത്ത ആചാര്യ പരമ്പരകളുടെ കണ്ണിയിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. പൂന്താനത്തിനെയും എൽപ്പത്തൂരിനെയും വില്ലുമംഗലത്തിനെയും കുറൂരമ്മയെയും ഗുരുവായൂരപ്പ സീരിയലിൽ കൂടി നമ്മൾ പരിചയപ്പെട്ടതുപോലെ ഇന്ന് പരിചയപ്പെടാൻ കിടക്കുന്ന അനേക ആചാര്യന്മാരുണ്ട്. 1900 ശേഷം 1947 സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുൻപുള്ളതായ ഒരു അരനൂറ്റാണ്ടും സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമുള്ളതായ ഒരു അരനൂറ്റാണ്ടുമായിട്ടുള്ള ഒരു നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ ഭൗതികമായ പുരോഗതികൾ ഉണ്ടായതിൻ്റെതായ ആചാര്യസ്ഥാനങ്ങൾ, ഇലക്ട്രിക്കൽ എന്ന ആ ഒരു അത്ഭുതം കണ്ടുപിടിച്ച ആള്, ഇലക്ട്രോണിക്സ് എന്ന പേരിലുള്ളതായ അത്ഭുതം കണ്ടുപിടിച്ച ആള്, കമ്പ്യൂട്ടർ എന്ന പേരിലുള്ളതായ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാമായി മാറിയിട്ടുള്ളതായ കമ്പ്യൂട്ടർ കണ്ടുപിടിച്ച ആള് എന്നൊക്കെ പറയണത് പോലെ പാത്രം ചൂടാവാതെ കണ്ട് വെള്ളം തിളപ്പിക്കാനുള്ളതായ പുതിയ അടുപ്പ് കണ്ടുപിടിച്ചതാള്. എന്തൊക്കെ സംവിധാനം! അടുക്കളയിലേക്കാണ്ട് കടന്നു കഴിഞ്ഞാൽ പാത്രം തന്നെ ചൂടാവില്ലേ? അപ്പോൾ വെള്ളം തിളപ്പിക്കാനേ എന്തൊക്കെ കണ്ടുപിടുത്താം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അത്തരത്തിലുള്ളതായ ഭൗതിക പുരോഗതിയുടെ പിന്നിലുള്ളതായ അതികഠിനാധ്വാനം ചെയ്തവരായ ശാസ്ത്രജ്ഞന്മാരെ ബഹുമാനിക്കുന്നുണ്ട് എങ്കിൽ അതേപോലെ ബഹുമാനിക്കേണ്ടവരായ അത്തരം ഭൗതിക പുരോഗതികളുടെ മുഴുവൻ, ശാസ്ത്രത്തിൻ്റെ മുഴുവൻ പുരോഗതിക്ക് പിന്നിലുണ്ടായ ആധ്യാത്മിക തരംഗങ്ങൾ സൃഷ്ടിച്ചവരായ, ആത്മീയ മാർഗത്തിൽ കൂടി അല്ലാതെ കൊണ്ട് ഒരു പുരോഗതി ഉണ്ടാവണില്ല. പരമാത്മാവില്ലാച്ചാൽ ഈ ലോകം ഉണ്ടാവുമോ? പരമാത്മാവാണ് ഈ ലോകം ഉണ്ടാക്കിയത്. പരമാത്മാവാണ് ഈ ലോകത്തിൽ മുഴുവൻ നിലനിൽക്കുന്നത്. പരമാത്മാവിലേക്കാണ് ഈ ലോകം മുഴുവൻ അലിഞ്ഞു ചേർന്നുകൊണ്ടേയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാത്തിനും പിന്നിലുള്ളതായ ശക്തി പരമാത്മാവാണ്. സൃഷ്ടിയുടെ ആരംഭത്തിൽ ബ്രഹ്മാവിനോട് ഭഗവാൻ പറഞ്ഞു, ബ്രഹ്മാവേ അങ്ങ് പരിഭ്രമിക്കേണ്ട ഒരു കാര്യമില്ല, കാരണം ഇതിൻ്റെയൊക്കെ പിന്നിൽ ഞാനാണ്. ഗുരുവായൂരപ്പനാണെന്ന് വിചാരിച്ചവന് പരിഭ്രമിക്കേണ്ട എല്ലാ കാര്യമുണ്ടോ? നമുക്ക് ഗുരുവായൂരപ്പനാണെന്ന് വിചാരിക്കാൻ പറ്റണില്ല, പരമാത്മാവാണെന്ന് വിചാരിക്കാൻ പറ്റണില്ല, പരബ്രഹ്മമാണെന്ന് വിചാരിക്കാൻ പറ്റണില്ല. ആ ബ്രഹ്മസത്യം എന്നുള്ളതായ സത്യം നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മളിവിടെ ജഗന്മിഥ്യ എന്ന ആചാര്യസ്വാമികളെ പോലെയുള്ളവർ പറഞ്ഞാലും വേണ്ടില്ല, വിവരമില്ലാണ്ട് ഓരോന്ന് പറയണു. നമുക്ക് ഇതാണ് സത്യമായിട്ട് തോന്നുന്നത്, നമുക്ക് ഈ കാണുന്ന കാഴ്ചകളൊക്കെയാണ് സത്യമായിട്ട് തോന്നുന്നത്. ഇതിനെയൊക്കെ സത്യമായിട്ട് നിലനിർത്താൻ വേണ്ടിയിട്ടുള്ളതായ പുരോഗതികളാണ് ഇവിടെ വേണ്ടത്. ആ രീതിയിലുള്ളതായ ശാസ്ത്രമാണ് വേണ്ടത്. അടുക്കളയിലെ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം, കിടപ്പറയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം, കുളിമുറിയിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം, വിദ്യാലയത്തിൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം, വീട്ടിലെല്ലാ സൗകര്യങ്ങളും ഉണ്ടാവണം. ഇവിടെ അങ്ങനെ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് കിടന്നാലും വേണ്ടില്ല, പിന്നെയും കുറേ കാലം കിടക്കാനായിട്ട് സാധിക്കണം എന്ന രീതിയിലുള്ള ചിന്താഗതികളിലാണ് നമ്മുടെ ഇന്നത്തെ ശാസ്ത്രീയ പുരോഗതി. ആ ശാസ്ത്രീയ പുരോഗതിക്കൊപ്പം തന്നെ ആധ്യാത്മികത എന്ന ചരടിൽ കോർക്കാത്തയിടത്തോളം നിങ്ങളുടെ ഭൗതികതയും തകരും എന്ന് ചൂണ്ടിക്കാണിക്കാൻ വേണ്ടിയിട്ട് അനേക ആചാര്യന്മാർ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നു. അവരുടെ സന്ദേശങ്ങളിൽ കൂടി നമുക്ക് ഇന്ന് ഭൗതികമായ പുരോഗതിയുടെ ഏറ്റവും ഉന്നത ശൃംഗത്തിൽ എത്തിച്ചേരാൻ സാധിച്ചപ്പോൾ ആധ്യാത്മികതയുടെയും അത്തരത്തിലുള്ളതായ പുരോഗതികൾ, അനുഭവങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിച്ചു. ഇതിനുവേണ്ടി അവർ പ്രവർത്തിച്ചിരുന്നില്ല. സ്ഥലത്തെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ.
ഗുരുവായൂരപ്പദാസ സ്വാമികളോ തിരുനാമാചാര്യന്മാരോ വെളിഞ്ഞലിനെ പോലെയുള്ളതായ ഭാഗവതന്മാരോ ഒരു തിരി കൊളുത്താൻ എണ്ണ കിട്ടിയാൽ മതി, ഞാൻ അവിടെ ഇരുന്ന് വായിച്ചോളാം എന്ന് പറഞ്ഞ് വായിച്ചിരുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഈ സത്രം ഉണ്ടാവുമോ? 9ാമത്തെ സത്രമാകുമ്പോഴേക്കും അത് ഒരു നവ സത്രമായിട്ട് മാറുമോ? ചിന്തിക്കേണ്ട കാര്യമാണ്. ഭാഗവത മാഹാത്മ്യത്തിനെ കുറിച്ചാണ് ഞാൻ പറയണത്. വഴിതെറ്റിപ്പോയിട്ടില്ല, വിഷയമൊന്നും മാറിയിട്ടില്ല. ഇതാണ് ഈ കാലഘട്ടത്തിൻ്റെ ഭാഗവത മാഹാത്മ്യം. അന്ന് ആദ്യം വേദവ്യാസൻ ഭാഗവതം എഴുതി, പുത്രനായ ശ്രീശുക ബ്രഹ്മർഷി അത് പഠിച്ചു. ഗംഗാതീരത്ത് പരീക്ഷിത്ത് എന്ന ഭാരത ചക്രവർത്തിയുടെ മുമ്പിൽ 7 ദിവസമായിട്ട് ആദ്യത്തെ സപ്താഹം നടത്തി. പിന്നെ അങ്ങനെയൊന്നൊരു സപ്താഹം നടത്താൻ ആരും ആചാര്യന്മാരായിട്ട് വേഷം കെട്ടി പുറപ്പെട്ടില്ല. പിന്നെ ഒരു ഭാഗവതം കൊണ്ടുള്ളതായ പ്രയോജനം, ഗോകർണനാണ് ആ തൻ്റെ നാട്ടില് തുംഗഭദ്ര നദീതീരത്തുള്ളതായ ഇല്ലൊക്കെ ഇടിഞ്ഞു പൊളിഞ്ഞ് വീണായിരുന്നു. കാരണം ഏട്ടൻ ഒരാൾ മഹാപ്രേതമായിട്ട് കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടക്കുകയാണ്. ഈ ഭാഗവത മഹാത്മ്യത്തിൻ്റെ കഥയാണ് കേട്ടോ. അങ്ങനെ ആ ഇല്ലത്തറയിലെ ഗോകർണൻ ഏട്ടൻ ഇങ്ങനെ പ്രേതമായിട്ട് കിടന്ന് അലഞ്ഞു തിരിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ അനിയനായിട്ടുള്ള ഞാനല്ലാണ്ട് ആരാ രക്ഷപ്പെടുത്താൻ എന്താ വേണ്ടതെന്ന് ആലോചിച്ചു. ഒരാൾക്കും വ്യക്തമായിട്ടുള്ള പരിഹാരം പറഞ്ഞു കൊടുക്കാനായിട്ട് സാധിച്ചില്ല. ഉദിച്ചുയർന്നു വരുന്ന സൂര്യനാരായണന് ഗായത്രി മന്ത്രം ചൊല്ലി അർഘ്യം സമർപ്പിച്ചുകൊണ്ട് ചോദിച്ചു. ആദിത്യ ഭഗവാൻ പറഞ്ഞു, ഭാഗവതം സപ്താഹമായിട്ട് നടത്താൻ സാധിച്ചാൽ ഏത് പ്രേതത്തിൻ്റെ ബാധയെയും ഒഴിപ്പിക്കാന്നല്ല, ഏത് മഹാപ്രേതത്തിനെയും ഗുരുവായൂരപ്പനാക്കി മാറ്റാൻ സാധിക്കും. ഗോകർണനിത് പ്രേതമായ ഏട്ടന് വേണ്ടി ഭാഗവത പാരായണം ആരംഭിച്ചു. ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേട്ടതായ ആ ദുന്ധുകാരി എന്ന പ്രേതം 7ാം ദിവസം പ്രേതബാധ ഒഴിയ മാത്രമല്ല ഗുരുവായൂരപ്പനായിട്ട് മാറി. ഗോകർണൻ പോലും എന്താ ഏട്ടൻ ഇങ്ങനെ ഒരു മാറ്റം വരാൻ കാരണം? അനിയ, നീ ഭാഗവതം വായിച്ചുകൊണ്ട് തന്നെ. ധൃതരാഷ്ട്ര കഥ നമുക്കിവിടെ കാണാം. ഇനി കണ്ണുപൊട്ടനായിട്ടും ദുര്യോധനിലുള്ളതായ വാത്സല്യാദികൾ വർദ്ധിച്ചു വന്ന അവസാനം അവരൊക്കെ മരിച്ചിട്ടും പാണ്ഡവരുടെ ശുശ്രൂഷാദികളിൽ ഭീമസേനൻ ഉരുട്ടി കൊടുക്കുന്നതായ ഉരുളയും കഴിച്ചുകൊണ്ട് അങ്ങനെ സുഖമായിട്ട് കഴിയണതിൻ്റെ ഇടയിൽ അനിയൻ ഒരാളുണ്ടായിരുന്നു, വിതുരര്. ഈ പ്രശ്നങ്ങളൊക്കെ കണ്ട് അദ്ദേഹം നാടുവിട്ട് പോയതാ. പിന്നെ മൈത്രേയൻ്റെ ആശ്രമത്തിൽ ചെന്നിട്ടാണ് ഭാഗവതം കേട്ടപ്പോൾ, ഈ ഭാഗവതം കേൾപ്പിച്ചാൽ എൻ്റെ ഏട്ടൻ്റെ കണ്ണ് തുറപ്പിക്കാനായിട്ട് സാധിക്കും എന്നുള്ള നിലയ്ക്ക് ആ അനുജൻ വിതുരൻ അവിടെ തിരിച്ചു വരണതായിട്ടുള്ള രംഗം കാണാം. ധൃതരാഷ്ട്രയെയും ഗാന്ധാരിയെയും കൂട്ടിക്കൊണ്ടു പോകണതായിട്ട് കാണാം. അങ്ങനെ ഒരു വായനക്കാരനായിട്ടുള്ള അനിയനുണ്ടായത് കൊണ്ട് എനിക്ക് രക്ഷപ്പെടാൻ സാധിച്ചു എന്നതുപോലെ ഭാഗവത ബന്ധങ്ങൾ ഏതെങ്കിലും തലത്തിൽ നമുക്കുണ്ടായി തീർന്നു കഴിഞ്ഞാൽ രക്ഷപ്പെടാൻ അതല്ലാണ്ട് വേറെ ഒന്നും വേണ്ട. ഈ ഭാഗവത ബന്ധങ്ങളെപ്പോലെ ഒരു ബന്ധം മറ്റൊന്നുമില്ല. ഇത്തരമൊരു ആത്മബന്ധം മറ്റെവിടെ ചെന്നാലും നമുക്ക് കിട്ടാനായിട്ട് പോകണില്ല. അപ്പം അനിയ, ഗോകർണ, നീ ഒരാൾ വായനക്കാരനായോണ്ടാണ് കേട്ടോ ഞാൻ രക്ഷപ്പെട്ടത്. പ്രേതമായിട്ടുള്ള എനിക്കിവിടെ ഗുരുവായൂരപ്പൻ്റെ അതേ സാരൂപ്യ മുക്തി കിട്ടിയത്. വിഷ്ണുപാരിഷദന്മാർ വന്ന് ആ ജ്യേഷ്ഠനെ വിമാനത്തിൽ കയറ്റി ദിവ്യലോകത്തിലേക്ക് കൊണ്ടുപോകുന്നത് കണ്ടപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടി ഗോകർണനോട് ഇത്രയൊന്നും മാഹാത്മ്യമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ല, എന്തോ ഒരു പ്രേതവേർപാടിൻ്റെ വായന വിചാരിച്ച് ഞങ്ങളതൊന്നും അത്ര ശ്രദ്ധിച്ചില്ല, ഇനിയൊരു വിസ്തരിച്ചിട്ടുള്ള വായന വേണം, ഈ പന്തലൊന്നും പൊളിക്കണ്ട. ഒരു തവണ കേട്ടപ്പോഴാണ്, 8 തവണ സത്രത്തിൽ വന്ന് പങ്കുകൊണ്ടപ്പോഴാണ് 9ാമത്തെ തവണ ആദ്യത്തെ പ്രഭാഷണമായിട്ടുള്ളൂ ഹൗസ്ഫുള്ളായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഇനി നാളെയും മറ്റന്നാളുള്ളതായ ചിത്രങ്ങൾ എനിക്കിനി ഇവിടെ വന്നിട്ട് കാണേണ്ട ആവശ്യമില്ല. സ്ഥലം ഇരിക്കാനില്ലാണ്ടയായി തീരും. ഈ ഗ്രാമത്തിൽ, ഈ പറളിക്കാട്, തച്ചനാട്ടുകാവ്, ഈ നൈമിശാരണ്യത്തിൽ ഇത്രയും വലിയൊരു സദസ്സ്, എത്രയോ വിദൂരത്തുനിന്ന് വന്നവരായ വിദേശികൾ പോലുമുള്ളവരായ ഒരു സദസ്സ് എന്തുകൊണ്ടുണ്ടായി? ഭാഗവതം കേട്ടപ്പോൾ ഇനിയും കേൾക്കണമെന്നുള്ള ആഗ്രഹം നമുക്കുണ്ടായി തീർന്നു. ഇവിടെ കഴിഞ്ഞ 8 തവണയും വന്നിരുന്നവരുണ്ട്, 7 തവണയും വന്നിരുന്നവരുണ്ട്. ആദ്യത്തെ തവണ ഇരുന്നവർ ചിലപ്പോൾ കുറവായിരിക്കാം. 8 തവണ വന്നിരുന്നവരും വീണ്ടും വന്നിരിക്കണോ? ഗുരുവായൂരപ്പനെ 1 തവണ പോയി തൊഴുതവരിനി ആ തിക്കും തിരക്കുമായിട്ട് ഇനി ഇപ്പം അങ്ങോട്ട് ഇല്ലാട്ടോ എന്നല്ല പറയാറും. ഇനി എല്ലാ മാസം പോയിട്ട് തൊഴണം, എല്ലാ ആഴ്ചയും പോയിട്ട് തൊഴണം, ഒരു ഹോളിഡേ ബന്ധുണ്ടാച്ചാൽ അവിടെ പോയി കൂടണം എന്ന് വിചാരിക്കുന്നത് പോലെ ശബരിമല അയ്യപ്പൻ്റെ തിരുസന്നിധിയിലേക്കുള്ളതായ തിരക്ക് കൂടി വരുന്നു. 4 കിലോമീറ്ററോളം പമ്പയിൽ നിന്ന് അങ്ങോട്ട് നടന്നു കയറിയാൽ മാത്രമേ അവിടെ എത്തിച്ചേരുള്ളൂ. എന്നാലും വേണ്ടില്ല,
നടന്നിട്ടായാലും വേണ്ടില്ല, വിഷമിച്ചിട്ടായാലും വേണ്ടില്ല, അങ്ങോട്ട് വീണ്ടും ഉണ്ട് എന്ന് പറഞ്ഞാൽ തങ്കവിഗ്രഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് പോലെ ശ്രീമദ് ഭാഗവതം പ്രത്യക്ഷ കൃഷ്ണയേവഹി, ഇവിടെ പ്രത്യക്ഷ കൃഷ്ണനാണ്. ശ്രീമദ് ഭാഗവതമായിട്ട് ഇവിടെ ഇത് പൂജിക്കാൻ വെച്ചതായ ആ പൂജാവിഗ്രഹം ഒരു പുസ്തകമല്ല, അത് പ്രത്യക്ഷ കൃഷ്ണനാണ്. കൃഷ്ണന്റെ അടുത്തേക്ക് എത്തിച്ചേർന്നതായ പൂതനയെപ്പോലെ, ശകടനെ പോലെ, തൃണാവർത്തനെ പോലെ, മറഞ്ഞു വീണ മരങ്ങളെ പോലെ നമ്മളിവിടെ മനുഷ്യരല്ലേ. മനുഷ്യരായ നമുക്കുണ്ടാവുന്നതായ അനുഭൂതി, ഭഗവാന്റെ അടുത്തേക്ക് എത്തിച്ചേരുമ്പോൾ ഉണ്ടായതായ അഘാസുരന് പോലും മോക്ഷം കിട്ടിയതായ പാപം പോലും ഭഗവാന്റെ അടുത്ത് വന്നപ്പോൾ പാപമല്ലാതെ പുണ്യമായി തിരിച്ചു പോയതുപോലെ നമ്മളിവിടെ പ്രത്യക്ഷ കൃഷ്ണനായ ഭഗവാൻ ശ്രീമദ് ഭാഗവത്തിന് മുമ്പിൽ എത്തിച്ചേരുമ്പോൾ നമ്മൾ വരണത് പോലെയല്ല തിരിച്ചു പോകണത്. ആ അനുഭൂതിയാണ് വീണ്ടും ഇങ്ങോട്ട് നമ്മളെ ആകർഷിക്കണത്. ഇങ്ങനെ എല്ലാവരെയും ആകർഷിക്കാൻ വേണ്ടിയാണ് ഭഗവാന്റെ കൃഷ്ണാവതാരവും ഭാഗവത അർണവത്തിലേക്ക് ഭഗവാൻ മറഞ്ഞതും ഇന്ന് പ്രത്യക്ഷ കൃഷ്ണനായിട്ടിത് അനുഗ്രഹിച്ചുകൊണ്ടേയിരിക്കണതും. ആ ഭാഗവതം കേട്ടതായ ധുന്ധുകാരി പ്രേതാവസ്ഥയിൽ നിന്നും ഗുരുവായൂരപ്പനായിട്ട് മാറിയത് കണ്ടപ്പോൾ നാട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഗോകർണനോട്, അതെ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടൊരു വായന നടത്തിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്, എന്തൊക്കെയാണ് വേണ്ടത് സംവിധാനങ്ങൾ? ഗോകർണം പറഞ്ഞു വേറെ സംവിധാനമൊന്നും വേണ്ട, ഞാനിപ്പോൾ ഇത് ഏട്ടന് വേണ്ടിയിട്ട് ഇവിടെ തലക്കാലം ഒരു ചെറിയ പന്തലൊക്കെ കെട്ടിയിട്ട് ഇനിയിപ്പോൾ ആൾക്കാർ കൂടുന്നുണ്ട്, പക്ഷെ അതിനനുസരിച്ചുള്ള സംവിധാനം വേണ്ടി വരും. അതിന് ഞങ്ങളെല്ലാറ്റും തയ്യാറാണേ. ഇവിടെ ഇപ്പോൾ ഈ സത്രം നടക്കുന്നതിനിടയിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയേണ്ട ആവശ്യമുണ്ടോ? വേറെ എവിടെ ചെന്നാലേ നമ്മളൊരു വേതനം ഇല്ലാതെ കൊണ്ട് സേവനത്തിന് പുറപ്പെടാറും. വേതനമില്ലാത്തതായ സേവനരംഗം ഇന്ന് കാണാവുന്ന കാഴ്ച ഈ സപ്താഹയജ്ഞവേദിയിൽ എന്ന പോലെ മറ്റൊരിടത്തുണ്ട് എന്ന് എനിക്ക് തോന്നണില്ല. ഉണ്ടെങ്കിൽ ആരെങ്കിലും എന്നോട് പറഞ്ഞാൽ കൊള്ളാം, ഞാൻ അവിടേക്ക് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. സപ്താഹയജ്ഞവേദിയിൽ അല്ലാതെ കൊണ്ട് മറ്റെവിടെയെങ്കിലും അത്തരത്തിലുള്ളതായ വേതനമില്ലാത്ത സേവനം, ഇതിൻ്റെ ഫീസ് എന്നതാണ് കേട്ടോ എന്നൊക്കെ ആദ്യം പറഞ്ഞുകൊണ്ടുള്ളതായ ആധ്യാത്മികത ധാരാളമുണ്ട്. നേരെ മറിച്ച് നിങ്ങൾ പോക്കറ്റിൽ കാശില്ലാത്തവരായാലും വേണ്ടില്ല, സീറ്റുണ്ടല്ലോ വന്നിരുന്നോളൂ എന്ന് പറഞ്ഞ് കൈപിടിച്ച് കൊണ്ടുവന്നിരുത്തുന്നതായ വേദി സപ്താഹയജ്ഞം പോലെ മറ്റൊരു വേദിയുള്ളതായിട്ട് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ അത് നന്നായി, അഥവാ ഉണ്ടെങ്കിൽ അതും ഭാഗവതത്തിൻ്റെ തരംഗങ്ങളെ കൊണ്ടുണ്ടായതാണ്. ഭാഗവത സപ്താഹയജ്ഞങ്ങളിൽ കൂടി ഉണ്ടായതായ പുരോഗതിയുടെ ഭാഗങ്ങളാണ്. അപ്പോൾ സേവനത്തിന് എല്ലാവരും തയ്യാറായി എന്നർത്ഥം. ഗോകർണനോട് അതെ വായനക്കാരനായിട്ട് ഞാൻ വേറെ ആരും അന്വേഷിക്കൊന്നും വേണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല, ഞാൻ എൻ്റെ ഒരു നാട്ടുകാരായ നിങ്ങൾക്കൊക്കെ മോക്ഷം കിട്ടാൻ മോഹിച്ചുകൊണ്ട് ഒരു വായന നടത്തുക എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ സന്തോഷമായിട്ടുള്ള കാര്യമാണല്ലോ. അതുകൊണ്ട് ഞാൻ തന്നെ വായിക്കാം. പക്ഷേ ആൾക്കാർ കൂടുതലുണ്ടാവുമ്പോൾ അതിനുള്ള സംവിധാനങ്ങൾ വേണ്ടി വരും കേട്ടോ. എന്താ വെച്ചാൽ സംവിധാനമാവാന്ന് പറഞ്ഞ് നാട്ടുകാരൊക്കെ കൂടി ഉത്സാഹിച്ചുകൊണ്ട് അന്ന് ഗോകർണൻ്റെ രണ്ടാമത്തെ സപ്താഹം ആരംഭിച്ചതോടുകൂടി ആ മഹാത്മ്യം കേട്ടറിഞ്ഞിട്ട് പ്രേതം രക്ഷപ്പെട്ടു അത്രേ. ഗുരുവായൂരപ്പൻ്റെ കഥ കേട്ടിട്ടെ, ഭാഗവതം കേട്ടിട്ടെ, ഗോകർണൻ്റെ കേട്ടിട്ടെ, ഏട്ടനെ ഞങ്ങളറിയും. ഈ നാട്ടുകാരനായിട്ടൊരു കൊള്ളരുതാത്തവൻ, ആത്മദേവൻ എന്ന ശുദ്ധാത്മാവിൻ്റെ നേരിട്ടുള്ള മകനല്ല, ഭാര്യയുടെ വഞ്ചനയിൽ കൂടി ഭാര്യയുടെ അനിയത്തിയായ ആ അനിയത്തിയുടെ മകൻ മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിനെ പറ്റിച്ച് ആ ധുന്ധുകാരിയുടെ പുത്രനെ പോലെ, ധുന്ധുളിയുടെ പുത്രനെ പോലെ വളർത്തിക്കൊണ്ടുവന്നതായ ധുന്ധുകാരി, കൊള്ളരുതാത്തവൻ, അങ്ങനെ ഒരു കൊള്ളരുതാത്തവനാകുന്ന മകനുണ്ടായിട്ടല്ലേ അദ്ദേഹം ഭാഗവതം വായിച്ചുകൊണ്ട് രക്ഷപ്പെട്ടത്. അങ്ങനെ ഒരു ഏട്ടനുണ്ടാകൊണ്ടല്ലേ ആ അനിയനും നാടുവിട്ടത്. അങ്ങനെ ഒരു മകനെ, അനിയത്തിയുടെ മകനെ തൻ്റെ മകനായിട്ട് സ്വീകരിച്ച് ഭർത്താവിനെ വഞ്ചിച്ചതുകൊണ്ടല്ലേ ആ ധുന്ധുളിക്കും അവസാനം ആത്മഹത്യ ചെയ്യേണ്ടതായിട്ട് വന്നത്. അതെ ആ ധുന്ധുകാരിയോ, അതെ ആ മഹാപ്രേതമായിരുന്നു ധുന്ധുകാരിയെ. ഇവിടെ നാട്ടിലൊക്കെ ആകെ പ്രശ്നം ഉണ്ടാക്കിയിട്ട് നടക്കുകയായിരുന്നു. ആ ധുന്ധുകാരി ഇപ്പോൾ മോക്ഷം പ്രാപിച്ചുവോ? മോക്ഷം പ്രാപിച്ചു. എങ്ങനെ? ഭാഗവതം കേട്ടിട്ടെ. ആരാ വായന ഉണ്ടായത്? ഗോകർണൻ. ഗോകർണൻ്റെ വായന അത്ര കേമായിട്ടുള്ളതാണോ? കേമായിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ വായന കഴിഞ്ഞപ്പോഴേക്കും ധുന്ധുകാരിക്ക് മോക്ഷം കിട്ടി. ഇനി ഗോകർണൻ്റെ വായന എവിടെയാണോ ഉള്ളത്? അല്ല, ഗോകർണൻ നാട്ടുകാരെയൊക്കെ മുക്തന്മാരാക്കി തീർക്കാൻ വേണ്ടിയിട്ട് വായന നടത്തുന്നുണ്ടത്രേ. അങ്ങനെ ഗോകർണൻ്റെ വായന എന്ന് കേട്ടറിഞ്ഞ തുംഗഭദ്ര നദീതീരത്തുള്ളതായ ഇല്ലത്തേക്ക് ഗോകർണൻ്റെ യജ്ഞ സന്നിധിയിലേക്ക് അനേക ആൾക്കാർ പലവിധ ദുരിതങ്ങൾ അനുഭവിക്കുന്നവര്. നമ്മളിപ്പോൾ പ്രേതമൊന്നും ആയിട്ടില്ലല്ലോ, ഏതായാലും പ്രേതമാവാണ്ടിരിക്കാൻ ഈ വായന കേട്ടാൽ മതി, അങ്ങോട്ട് പോവുക എന്നൊക്കെ. ഈ പ്രേതമായിട്ടില്ലാച്ചാലും ചിലപ്പോൾ ചില ബാധയൊക്കെ വരേ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയുടെ ഇടയിൽ. എവിടെ ഈ പ്രേതമൊക്കെ ഒന്ന് ബാധിക്കാന്ന് പറയാൻ പറ്റില്ല. അങ്ങനെയുള്ള ബാധകളൊന്നും ഉണ്ടാവില്ല. ഭാഗവതം കേട്ടാൽ പിന്നെ അവരെ ഒരു ബാധയ്ക്കും ബാധിക്കാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ബാധ ഭാഗവതം കേട്ട ഒരാളെ ഒന്ന് ബാധിച്ചു വെച്ചാൽ ആ ബാധയും കൂടി രക്ഷപ്പെടുക ചെയ്യുക.
അങ്ങനെ എത്രയോ ബാധകൾ രക്ഷപ്പെട്ടതായ കഥയുണ്ട്. ഗുരുവായൂരപ്പനെ ആശ്രയിച്ച് നടക്കണവരായ ഭാഗവതാചാര്യന്മാരുടെ അടുത്തേക്ക് പിടികൂടാൻ വേണ്ടി വന്നവരായ ബാധകൾ പിന്നീട് ബാധയല്ലാണ്ടയായിട്ട് ഭാഗവതം വായിക്കണവരായിട്ട് മാറിയതായ ചരിത്രം ഇന്നും ധാരാളം നടന്നുകൊണ്ടേയിരിക്കണു. അപ്പോൾ ബാധയെപ്പോലും ഗുരുവായൂരപ്പനാക്കി മാറ്റുന്നതായ ഭാഗവതം അത് ഗോകർണൻ വായിക്കാൻ പോകണു എന്ന് കേട്ട് അനേകനേക ശ്രോതാക്കൾ പലതരത്തിലുള്ളതായ ജീവിത വ്യഥകൾ അനുഭവിക്കുന്നവരാ സദസ്സിൽ വന്നു ചേർന്നു. ആ രണ്ടാമത്തെ ഗോകർണന്റെ വായന കഴിഞ്ഞതോടുകൂടിയിട്ട് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി കേട്ടവരായ അവരെല്ലാവരെയും കൊണ്ടുപോകാൻ വേണ്ടി അനേകനേക വിമാനങ്ങൾ വന്നിരിക്കണു. ഓരോ വിമാനത്തിലും എത്രയോ പേർക്ക് കയറാനുള്ളതായ സൗകര്യങ്ങൾ, എല്ലാവിധ VIP ട്രീറ്റ്മെൻറ്റോട് കൂടിയിട്ടുള്ളതായ വിമാനങ്ങൾ. ആദ്യത്തെ പ്രേതവേർപാട് വായന നടത്തിയപ്പോൾ ഒരു വിമാനമേ വന്നുള്ളൂ. അപ്പോൾ വിമാനത്തിൽ കയറാൻ വേണ്ടി എല്ലാവരും ചാടി പുറപ്പെട്ടപ്പോഴാണ് അയ്യോ ഇത് ഗോകർണൻ്റെ ഏട്ടനെ മാത്രം കൊണ്ടുപോകാനുള്ള വിമാനമാണ്. അപ്പോൾ ഗോകർണൻ ചോദിച്ചു, ഞാനിപ്പോൾ ഇത്ര കാലമായിട്ട് വായനയൊക്കെ നടത്തിയെടുക്കാൻ നടക്കുക എന്നല്ലാതെ ഒരു വിമാനത്തിൽ കയറാനൊന്നും സാധിച്ചിട്ടില്ല, അതുകൊണ്ട് ഏട്ടൻ്റെ കൂടെ ഞാനും കൂടി കൊണ്ട് കയറിയാലോ. അയ്യോ ഏട്ടൻ്റെ കൂടെ കയറാനുള്ളതായ സീറ്റില്ല എന്നാണ് പറഞ്ഞത്. അപ്പം ഞാനില്ലേ വായന ഉണ്ടായതൊക്കെ ശരി, പക്ഷേ ഏട്ടൻ കേട്ടതുപോലെയുള്ള ശ്രദ്ധ വായനക്കാരനായിട്ട് എനിക്കുണ്ടായിരുന്നില്ല എന്നാ വിശ്വഭാരതന്മാർ പറഞ്ഞത്. ഇങ്ങനെ വായിക്കുക എന്നല്ലാണ്ട് ശ്രദ്ധിച്ച് വായിക്കൽ പതിവുണ്ടോ? എന്തൊക്കെയോ മനോരാജ്യം വിചാരിച്ച് വായിക്കുക എന്നല്ലാതെ കണ്ട്. അപ്പോൾ ഗോകർണന് പോലും ആദ്യം വന്നതായ വിമാനത്തിൽ കയറി പോകാൻ സാധിച്ചിരുന്നില്ല. ആ മഹാത്മ്യം കേട്ടറിഞ്ഞ് പിന്നെ വന്നവരെല്ലാവരും ഇത് തന്നെ ശ്രദ്ധിക്കുക എന്ന രീതിയിൽ ഈ നൈമിഷാരണ്യത്തിൽ സത്രവേദിയിലിരിക്കുന്നവരായി നിങ്ങളെ ഓരോരുത്തരെ പോലെ എന്ന് വേണമെങ്കിൽ ഉദാഹരണം പറയാം. കാരണം അത്ര ശ്രദ്ധിച്ചുകൊണ്ടാണ് എൻ്റെ മുമ്പിലിരിക്കുന്നവരായ ഓരോരുത്തരും ഇരിക്കുന്നത്. ഇനി വരുന്ന വാക്കെന്താണ്, ഇനി വരുന്നതായ ഭാഗവതത്തിൻ്റെ മഹാത്മ്യം എന്താണ്, ഇനി വരുന്നതായ ഭാഗവതത്തിൻ്റെ തത്വം എന്താണ് എന്ന രീതിയിൽ ഓരോരുത്തരും കാതോർത്തിരിക്കുമ്പോൾ പറയാനുള്ളതായ ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കണു. അത്തരത്തിൽ ഗോകർണൻ പറയണതിന് കൂടുതൽ ഉത്സാഹമായി. ആ വായന വളരെ വളരെ ഭക്തിയോട് കൂടിയതായി തീർന്നു, ശ്രദ്ധയോട് കൂടിയതായി തീർന്നു. വായനക്കാരൻ്റെ ഉത്സാഹം വർദ്ധിക്കാൻ പാകത്തിന് കേൾക്കണവരെ ഉത്സാഹിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു. കേൾക്കണവരുടെ ഉത്സാഹം അനുസരിച്ച് വായനക്കാരൻ്റെയും ഉത്സാഹം വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെ വായന നടത്തിയതോടു കൂടിയിട്ട് അനേക വിമാനങ്ങൾ വന്നു. ആ വിമാനത്തിലേക്ക് എല്ലാവരും കൂടി കയറി. എല്ലാവരും കൂടി ചെന്നാൽ വൈകുണ്ഠത്തിൽ തന്നെ ചിലപ്പോൾ സ്ഥലം കഷ്ടിയാവും എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ആ വിമാനം നേരെ തിരിച്ചത് ഗോലോകത്തിലേക്കായിരുന്നു. രാധാരമണനായി ഭഗവാൻ നൃത്തം വയ്ക്കുന്നതായ ആ പ്രേമലോകത്തിലേക്ക് അന്ന് എല്ലാവരും എത്തിച്ചേർന്നതുപോലെ സശ്രദ്ധം ഭാഗവതം കേട്ടുകഴിഞ്ഞാൽ അവർക്ക് ഈ ജീവിതത്തിലുള്ള എല്ലാ ആഗ്രഹങ്ങളും സാധിക്കും. മുക്തി മാത്രമല്ല, മുക്തിപ്രദായിനീം നമ്മൾ ആഗ്രഹിക്കുന്നതായ ഭോഗസുഖങ്ങൾ. മേൽപ്പത്തൂർ അതാണ് വാതരോഗവുമായി വടിയും കുത്തിപ്പിടിച്ചുകൊണ്ട് അനിയൻ്റെ കൂടെ ഗുരുവായൂർ വന്ന് നാരായണീയം എഴുതുന്നതിനിടയിൽ ഉച്ചത്തിൽ പ്രഖ്യാപിച്ചത് ഭഗവാന്റെ മുമ്പിൽ അർത്ഥിക്കാത്തതും പ്രാർത്ഥിക്കാത്തതും പറയാത്തതും നമ്മൾ ലിസ്റ്റ് കൊടുക്കാത്തതും ഗുരുവായൂരപ്പൻ അറിയാം. അപ്രകാരം കാമാനജസ്രം വിതരതി, ആശ്രയിച്ചു വരുന്നവരായ ഭക്തന്മാരുടെ ആഗ്രഹങ്ങൾ എന്താണോ വിതരണം ചെയ്തുകൊണ്ടേയിരിക്കണു. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഭൗതിക സുഖങ്ങൾ അത്തരത്തിൽ സാധിച്ചു കഴിഞ്ഞാലോ പരമാനന്ദ സാന്ദ്രാം ഗതിം ച. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ടാണോ നമ്മുടെ ഭൗതിക സുഖങ്ങളിലുള്ളതായ നേട്ടങ്ങൾ അനുഭവിക്കുന്നത്, പിന്നീട് അതിനോടുള്ളതായ അറ്റാച്ച്മെൻ്റ് ഇല്ലാണ്ടായി തീരണു. അതായത് വൈരാഗ്യമുണ്ടായി തീരണു. ജ്ഞാനത്തോടൊപ്പം തന്നെ വൈരാഗ്യവും ഉണ്ടായിത്തീരണം. നമ്മുടെ രാഗങ്ങൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിനോടുള്ളതായ രാഗങ്ങൾ, ഇന്ന് നമ്മുടെ ജീവിതത്തിലുള്ളതായ അനേക സുഖങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതായ രാഗങ്ങൾ, ലോട്ടറി ടിക്കറ്റുമായിട്ട് ബസ്സിലിരിക്കുമ്പോൾ വരണത് കാണുമ്പോൾ ഒന്നും വേണ്ടാന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇരിക്കണ സപ്താഹയജ്ഞത്തിലേക്കുള്ള വരവാണെച്ചാലും വേണ്ടില്ല, സപ്താഹയജ്ഞത്തിന് വന്നിട്ട് എന്തെങ്കിലും സംഭാവന കൊടുക്കാമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടുള്ളതായ 20-ൻ്റെ നോട്ടാണെച്ചാലും വേണ്ടില്ല. ആ നോട്ട് കൊടുത്താൽ ചിലപ്പോൾ ലക്ഷം കിട്ടിയാലോ വിചാരിച്ച് ആ നോട്ട് കൊടുക്കുന്നത് പോലെയുള്ളതായ ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിൽ അത്തരത്തിലുള്ളതായ അടങ്ങാത്ത ആഗ്രഹങ്ങളാണ്. ഒന്നും വേണ്ട എന്നുള്ളിൽ ആരോ പറഞ്ഞാലും വേണ്ടില്ല, എന്തിനാ വേണ്ടാന്ന് പറഞ്ഞത്, വെറുതെ കിട്ടുകച്ചാൽ അങ്ങോട്ട് പോന്നോട്ടെ എന്ന് വെറുതെ കിട്ടുകച്ചാൽ നമ്മളെല്ലാവരും കൈ നീട്ടുന്നവരാണ്. അത്തരത്തിലുള്ളതായ മനസ്സിൻ്റെ കാമങ്ങൾ, മോഹങ്ങൾ, ആഗ്രഹങ്ങൾ ഇതൊക്കെ ഇല്ലാണ്ടാവുന്നൊരവസ്ഥ വരും. അപ്പോഴാണ് പരമാനന്ദ സാന്ദ്രാം ഗതിഞ്ച, ആ സാന്ദ്രാനന്ദ അവബോധാത്മകമായ അവസ്ഥ, ഗുരുവായൂരപ്പൻ്റെ വിഗ്രഹത്തിൽ നിന്ന് പ്രകാശിക്കുന്നതായ കാരുണ്യ കടാക്ഷങ്ങൾ മേൽപ്പത്തൂരിന് കാണാറായത് എപ്രകാരമായിരുന്നു? ഭാഗവത ഉപാസനയിൽ കൂടിയായിരുന്നു. പൂന്താനത്തിന് ഉണ്ണിയായിട്ട് ഉണ്ണിയെ മാറോട് ചേർത്ത് ഉണ്ണികൃഷ്ണനെ വാത്സലിക്കാൻ സാധിച്ചത് ഭാഗവതം എടുത്തത് കൊണ്ടായിരുന്നു. രാമായണത്തെയും മഹാഭാരതത്തെയും ഭാഗവതത്തെയും എല്ലാം എഴുതിയ
ഹരിനാമ സങ്കീർത്തനാദികളെല്ലാം എഴുതിയതായ എഴുത്തച്ഛൻ്റെ അവധൂത ഭക്തിഭാവങ്ങള് ഭാഗവത ഉപാസനയിൽ കൂടിയായിരുന്നു. സർവസംഘ പരിത്യാഗിയായ സന്യാസിയായ വില്ലുമംഗലവും ആ ഭാഗവത ഉപാസനയിൽ കൂടി ഗുരുവായൂരപ്പനെ നേരിട്ട് കാണാൻ സാധിച്ചു. വിധവയായിട്ടും എൻ്റെ ഭർത്താവ്, എൻ്റെ രക്ഷിതാവ് ഗുരുവായൂരപ്പനാണെന്ന് വിചാരിച്ചുകൊണ്ട് ഗുരുവായൂരപ്പനെ പ്രേമിച്ചതായ ആ ക്രൂരമ്മയുടെ ഉണ്ണിയായി ഭഗവാൻ വന്നില്ലേ. ഇങ്ങനെ ചരിത്രം പരിശോധിച്ചു കഴിഞ്ഞാൽ എത്രയോ കാമാനജസ്രം വിതരതി, ആഗ്രഹങ്ങളുമായി കൈകൂപ്പി വരുന്നവരുടെ ആഗ്രഹങ്ങളെ വാരി വിതറി അവസാനം ഗുരുവായൂരപ്പ ഇപ്പോൾ ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, സപ്താഹം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പോയി ഇരിക്കാനുള്ളതായ ഒരു ആരോഗ്യം തരണേ, സത്രം നടക്കുന്നതിനിടയിൽ അവിടെ ചെന്നിരുന്നു കൊണ്ട് ഭഗവാന്റെ കഥകൾ കേൾക്കാനുള്ളതായ ഒരു ശ്രദ്ധ തരണേ, ഭക്തി തരണേ എന്നല്ലാതെ മറ്റൊന്നും നമുക്ക് പ്രാർത്ഥിക്കാനില്ലാണ്ടയായി തീരും. ഒരു നൂറ്റാണ്ടിലധികം ഭഗവാന്റെ പ്രധാനമന്ത്രിയായി, പ്രിയ സുഹൃത്തായി, ഒപ്പം നിഴലെന്ന പോലെ നടന്നതായ ഉദ്ധവൻ അവസാനം ഭഗവാൻ വിട്ടുപിരിയുമ്പോൾ ആ വിരഹതാപത്താൽ ഭഗവാനെ ഇത് വീണ് നമസ്കരിച്ചു. പ്രപന്ന മനുഷാധിമാം. ഒന്ന് മാത്രമേ ഗുരുവായൂരപ്പനോട് പറയാനുള്ളൂ, അവിടുന്ന് ശാസിക്കാനായിട്ട്, എൻ്റെ മനസ്സ് വഴിതെറ്റിപ്പോകുമ്പോൾ നിയന്ത്രിക്കാനായിട്ട്, എൻ്റെ ബുദ്ധിയിൽ യുക്തി ചിന്തകൾ വന്ന് അവിടുത്തെ ബോധം മറയാനിട വരുമ്പോൾ ബോധം തരാനായിട്ട് കൂടെയുണ്ടാവണേ. രതിസ്യാൽ അനപായിനി എന്ന പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നും പ്രാർത്ഥിക്കാനില്ലാത്തതായ ഒരു അവസ്ഥ വരും. അഥവാ ആ അവസ്ഥ വന്നു കഴിഞ്ഞിരിക്കണു. നവമ സത്രവേദിയിലുള്ളതായ ശ്രോതാക്കളുടെ ശ്രദ്ധ അത്തരത്തിലായി മാറിക്കഴിഞ്ഞിരിക്കണു. നമുക്കെല്ലാവർക്കും പോകാൻ തയ്യാറാവുകയേ വേണ്ടൂ. വിമാനവുമായിട്ട് ഭഗവാൻ ഇത് വരാൻ തയ്യാറായി കഴിഞ്ഞിരിക്കണു. പക്ഷേ അന്ന് ആ ഗോകർണന്റെ വായന നാട്ടുകാരെല്ലാവരും കൂടി വിമാനത്തിൽ കയറി ഗോലോകത്തിലേക്ക് പോയതുപോലെ പോകാറായിട്ടില്ല. നമുക്ക് ഈ കേൾക്കണവരായ നിങ്ങളൊക്കെ കൂടി ഇട്ടത് ഇന്നിപ്പോൾ തുടങ്ങുന്ന ദിവസമല്ലേ ആയുള്ളൂ. വിമാനം വരികയാണെന്ന് വെച്ചാൽ അങ്ങോട്ട് കയറാമെന്ന് വിചാരിച്ച് പുറപ്പെടുകയാണെന്ന് വെച്ചാൽ എനിക്ക് 10 മിനിറ്റ് കൂടി സമയമുണ്ട്. ഈ 10 മിനിറ്റ് കൂടിയും പ്രഭാഷണം ചെയ്യുക എന്നുള്ളത് എന്നെ ഏൽപ്പിച്ചതായ ഉത്തരവാദിത്വമാണ്. അത്തരം കർമ്മങ്ങളുടെ ഏറ്റെടുത്ത ഉത്തരവാദിത്വങ്ങളുടെ ഏറ്റെടുക്കേണ്ടി വരുന്നതായ ഉത്തരവാദിത്വങ്ങളുടെ കർമ്മങ്ങളുടെ മുതലപ്പിടുത്തത്തിൽപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ആ മുതലപ്പിടുത്തത്തിന് രക്ഷപ്പെടാനുള്ള വഴിയും ഭാഗവതം പറഞ്ഞു തരണു. സംസാര സാഗരേ മഗ്നം ദീനമ്മാം കരുണാനിധേ. കരുണാമയനായ അവിടുത്തെ കാരുണ്യ കടാക്ഷത്താൽ മാത്രമേ രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ. കൈപിടിച്ചവിടുന്ന് കരകയറ്റണേ. മനോരഥോ മദീയോയം സഫല സർവഥാത്വയ നിർവിഘ്നേന ഇവ കർത്തവ്യ ദാസോഹം തവ കേശവ. ഞാൻ അവിടുത്തെ ദാസനാണ് ഗുരുവായൂരപ്പ. ശ്രീകൃഷ്ണ ഭഗവാനെ, അമ്മേ, ഞാൻ അവിടുത്തെ ദാസനാണ്. അവിടുന്നല്ലാതെ മറ്റാരും എനിക്ക് രക്ഷയായിട്ടില്ല. കൈപിടിച്ച് കരകയറ്റണേ എന്ന് ആവർത്തിച്ചത് പ്രാർത്ഥിച്ചോളൂ എന്നാണ് വേദവ്യാസൻ മാഹാത്മ്യത്തിൽ പറഞ്ഞു തരുന്നത്. അത്തരം പ്രാർത്ഥനകളുടെ വഴികൾ ഈ ലോകത്തിൽ പ്രാവർത്തികമാക്കി തീർത്തത് ശ്രീ വേദവ്യാസ മഹർഷിയുടെ പുത്രനായ, അഗ്നിജനായ പുത്രനായ വേദവ്യാസന്റെ പുത്രന്മാരെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടോ? ഈ കല്യാണം കഴിച്ചിട്ടുള്ള കുട്ടികളായിട്ടൊന്നും ഇല്ലാച്ചാലും വേണ്ടില്ല. അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടാരത്തിലൊരു അടുത്ത കാലത്തൊക്കെ ഉള്ളതായ നമ്മുടെ കേരളത്തിൻ്റെ ചരിത്രമൊക്കെ പറയുകയാണെന്ന് വെച്ചാൽ, അടുത്ത കാലത്തൊക്കെ ഉള്ള കേരളത്തിൻ്റെ സമ്പ്രദായം പോലെ പറയുകയാണെന്ന് വെച്ചാൽ, അദ്ദേഹത്തിന് ഇന്ദ്രപ്രസ്ഥ കൊട്ടാരത്തിലെ ഒരു ചെറിയൊരു സംബന്ധം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. അവിടുത്തെ തമ്പുരാട്ടിമാരെ കുട്ടികളില്ലാണ്ട് വന്ന അവസരത്തിലെ വേദവ്യാസനെ അമ്മ സത്യവതി ക്ഷണിച്ചതനുസരിച്ച് അവിടെ ചെന്ന്, അങ്ങനെയാണ് ധൃതരാഷ്ട്രനുണ്ടായത്, പാണ്ഡു ഉണ്ടായത്, വിതുരനുണ്ടായത്. അപ്പൊ അത്തരത്തിലൊരു ബന്ധത്തിൽ കൂടിയാണോ ഈ ശ്രീശുകനുണ്ടായത്? അല്ല, അദ്ദേഹം ഉണ്ടായത് അഗ്നിജനായിട്ടാണ്. വേദവ്യാസൻ അരണി കടയുന്നതിനിടയിൽ ആ തേജസ് പുത്രരൂപേണ ഇത് പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ ഗുരുവായൂരപ്പൻ തന്നെ ഭാഗവത ഗാനങ്ങൾ പാടാൻ മോഹിച്ചുകൊണ്ടൊരു അവതാരം ശ്രീശുകൻ എന്ന പേരിൽ സ്വീകരിച്ചു. അങ്ങനെ വേദവ്യാസൻ എഴുതിയ വേദവേദാന്ത പുരാണ ഇതിഹാസാദികൾ ഒന്നും പഠിക്കാൻ താല്പര്യമില്ലാതെ കണ്ട് യം പ്രവ്രജന്തം അനുപേതം അപേതകൃത്യം എന്ന രീതിയിൽ അച്ഛൻ പുത്ര എന്ന് വിളിക്കുമ്പോൾ അച്ഛനോ അമ്മയോ ബന്ധുക്കളോ സുഹൃത്തുക്കളോ നാട്ടുകാരോ വീട്ടുകാരോ അതിന് ഈ ശരീരവുമായിട്ടുള്ള ബന്ധം വേണ്ടേ? ഈ ശരീരവുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന ആത്മാരാമനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷി പിന്നീട് നിർവികൽപ്പ സമാധിയിൽ മുഴുകിയിരിക്കുന്നതിനിടയിലാണ് ഭാഗവതം എഴുതി കഴിഞ്ഞപ്പോൾ, ഭാഗവത ഗാനങ്ങൾ ശിഷ്യന്മാർ പാടിക്കേട്ടപ്പോൾ ആ വേണുഗോപാലമൂർത്തിയുടെ ആ രാധാദി ഗോപികമാരുമായിട്ട് നൃത്തം വയ്ക്കുന്നതായ
രാസനൃത്താദികളുടെ മനോഹരങ്ങളായ വർണ്ണനകൾ കേട്ടപ്പോൾ ഇതെനിക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹവുമായിട്ട് സമാധി ഉപേക്ഷിച്ചുകൊണ്ട് അച്ഛൻ്റെ അടുത്ത് വന്ന് ഭാഗവതം പഠിച്ചത്. ആ വേദവ്യാസപുത്രനാകുന്ന ശ്രീ ശുകബ്രഹ്മർഷിയാണ് ഗംഗാതീരത്തിരുന്ന് പരീക്ഷിത്തിനെ ഭാഗവത കഥകൾ കേൾപ്പിച്ചത്. പിന്നീട് അവിടെ കേട്ടിരുന്നതായ സൂതൻ ഉഗ്രശ്രവസ് മുഖ്യ ശിഷ്യനായും കൊണ്ട് ആ ഗുരുനാഥൻ്റെ അനുഗ്രഹത്തോടുകൂടി നൈമിശാരണ്യത്തിൽ സത്രത്തിൽ എത്തിച്ചേരുന്നു. ആ സത്രത്തിൽ ശൗനകാദി മഹർഷിമാരുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് കലിയുഗമാണ്, ഘോര ഭയങ്കരമായ ഭീകരന്മാരുടെ ഭരണമാണ്, ഇന്നൊക്കെ രക്ഷപ്പെടാൻ എന്താണ് ഒരു പോംവഴി എന്ന് ചോദിച്ചപ്പോൾ വഴിയുണ്ട്, ഭാഗവതത്തെ ആശ്രയിച്ചാൽ മതി. ധർമ്മം ഗുരുവായൂരപ്പൻ്റെ കൂടെയായിരുന്നുവല്ലോ. ഗുരുവായൂരപ്പൻ പോയപ്പോൾ പിന്നെ ധർമ്മം എവിടെയാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്? ഭാഗവതത്തിലാണ്. ആ ഗുരുവായൂരപ്പൻ തന്നെയാണ് കൃഷ്ണാവതാരത്തിന് മുൻപ് രാമാവതാരവും പരശുരാമാവതാരവും മറ്റനേക വാമനാവതാരവും നരസിംഹാവതാരവും മത്സ്യാവതാരവും എണ്ണിയാലൊടുങ്ങാത്തതായ അവതാരാഹ്യസംഖ്യേയ അസംഖ്യങ്ങളാകുന്ന അവതാരങ്ങളും സ്വീകരിച്ചത്. ആ അവതാര വേഷങ്ങളൊക്കെ കിട്ടിയതായ അവതാരിയാണ് കൃഷ്ണസ്തു ഭഗവാൻ. സ്വയം ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ, പരമാത്മാ നരാകൃതി. നവമസ്കന്ധത്തിന്റെ അവസാനം കാണാം. കൃഷ്ണാവതാര കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ ശുകബ്രഹ്മർഷി പറയണു, ഇനി പറയാൻ പോകുന്ന ശ്രീകൃഷ്ണൻ ഉണ്ടല്ലോ, അദ്ദേഹം തന്നെയാണ് പരമാത്മാവ്. ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ എന്ന് ആദ്യം തന്നെ സൂതൻ സൂചിപ്പിച്ചു. ബ്രഹ്മം എന്ന് പറയുമ്പോൾ, പരമാത്മാവ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ മുഴുവൻ ആൾക്കാർക്ക് പിടികിട്ടി എന്ന് വരില്ല. തത്വസമീക്ഷാ സത്രവേദിയിലുള്ളതായ സർവസംഘ പരിത്യാഗികളായ ഭാഗവതത്തിൻ്റെതായ ആദ്യാവസാനം മുഴുവൻ ആസ്വദിച്ച് രസിക്കുന്നവരായ ജ്ഞാനികൾക്ക് ഒരുപക്ഷെ മനസ്സിലാവുമെങ്കിലും ജീവിതത്തിൻ്റെ പ്രാരബ്ധങ്ങളിൽപ്പെട്ട് ഓടി നടക്കുന്നവരായവർക്ക് ബ്രഹ്മതത്വമോ പരമാത്മതത്വമോ മനസ്സിലാവില്ല. അത് മനസ്സിലാക്കി തരാനാണ് ബ്രഹ്മം പരമാത്മാവ് ഭഗവാനായി മാറിയത്. ആ ഭഗവാൻ അനേക അവതാരങ്ങൾ എടുത്തു. ആ അവതാരങ്ങളെടുത്തതായ അവതാരിയാണ് ശ്രീകൃഷ്ണ ഭഗവാൻ. ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ഇവിടെ ഗംഗാതീരത്തിരുന്ന് ശ്രീശുകൻ പാടാനായിട്ട് ആരംഭിച്ചത്. അങ്ങനെ ശുകപരീക്ഷയിൽ സംവാദരൂപേണ ഭാഗവത സപ്താഹയജ്ഞം ആരംഭിച്ചു. പിന്നീട് ആ സപ്താഹയജ്ഞത്തിൻ്റെ ആചാര്യസ്ഥാനം സൂതൻ ഏറ്റെടുത്തു. ഗോകർണൻ സപ്താഹയജ്ഞാചാര്യനായി തീർന്നു. പിന്നെ സനകാദികൾ ഹരിശരണം എന്നൊക്കെ പറഞ്ഞ് സഞ്ചരിക്കുന്നതിനിടയിൽ ഭാഗവതം വായന നാരദിന് വേണ്ടി നടത്തുകയുണ്ടായി. അങ്ങനെ ഭാഗവതത്തെ ആസ്വദിച്ചവരായ ആസ്വാദകര് ശുക മഹർഷിയെ പോലെയുള്ളവര്, സനകാദി മഹർഷിയെ പോലെയുള്ളവര്, ഗോകർണനെ പോലെയുള്ളവരായ താപസന്മാര് അത്തരം മഹാജ്ഞാനികളാണ്. ജീവിതത്തിൻ്റെ എല്ലാ രാഗങ്ങളും വിട്ട് പരിപൂർണ വൈരാഗ്യം വന്നവരാണ്. ആ ജ്ഞാനവൈരാഗ്യാദികളുടെ തലത്തിലെത്തിച്ചേർന്നവരിത് ഭാഗവതരസം ഭക്തിരസം ആസ്വദിച്ചുകൊണ്ട് സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുന്നു. സർവശാസ്ത്ര വിശാരദനായ ശ്രീ ശുകബ്രഹ്മർഷിയേത് വന്ദിച്ചോളൂ. വേദവ്യാസൻ മഹാത്മ്യത്തിൽ നമ്മളോട് പറഞ്ഞു തരണത് ഭാഗവതം വായിക്കാൻ തുടങ്ങുമ്പോഴേ എല്ലാവരും വേദവ്യാസായ നമഃ എന്ന് നമസ്കരിച്ചോളൂ എന്നല്ല പറഞ്ഞത്. മഹാത്മ്യത്തിൽ അദ്ദേഹം പറയണു, ശുകരൂപ പ്രബോധജ്ഞ സർവശാസ്ത്ര വിശാരദ ഏതൽ കഥാ പ്രകാശേന മദജ്ഞാനം വിനാശയ. എന്നിലുള്ള അജ്ഞാനാദികൾ, അന്ധകാരാദികൾ, തമോ ഗുണാദികൾ അകലാൻ വേണ്ടിയിട്ട് ഞാനിത് ആ പരമഗുരുവിനെ, സാക്ഷാൽ ഗുരുവായൂരപ്പനായ ഭാഗവത ഗുരുവിനെ വീണ് നമസ്കരിക്കണു. തൻ്റെ പുത്രനാകുന്ന പരമഗുരുവിനെ വീണ് നമസ്കരിച്ചോളൂ എന്നാണ് മഹാത്മ്യത്തിൽ വേദവ്യാസൻ സൂചിപ്പിക്കുന്നത്. അത്രയും ഭാഗവത ശബ്ദങ്ങളെ കൊണ്ട് ഓരോ ശ്വാസോച്ഛ്വാസങ്ങളും നാമമന്ത്രങ്ങളാക്കി മാറ്റിയതായ ഗുരുനാഥനാണ് ശ്രീ ശുകബ്രഹ്മർഷി. ആ ഗുരുനാഥനെ വന്ദിച്ചുകൊണ്ട് മനോരഥങ്ങൾ സാധിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ പാദദാസനായിട്ട് കർമ്മം ചെയ്യാനായിട്ട് കർമ്മയോഗത്തിനുള്ളതായ ശക്തി പണ്ട് അർജുനന് സാരഥിയായിട്ട് കൊടുത്തതുപോലെ ഞങ്ങൾക്കും തരണയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവതത്തെ പ്രത്യക്ഷ കൃഷ്ണനായിട്ട് വീണ് നമസ്കരിച്ചുകൊണ്ട് സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങുന്നവരായി ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിഘ്നേശ്വരനോടും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവതം പഠിക്കാനായിട്ട് ആരംഭിക്കൂ. ശൃണ്വൻ പഠൻ, ഇത് കേട്ടാൽ മാത്രം പോരാ, കീർത്തിച്ച ശ്രവണ കീർത്തന ചിന്തയൈതി എന്നൊരു ഭാഗത്ത് ശ്രവണ കീർത്തനാദികളിൽ കൂടി നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിച്ചുകൊണ്ടേയിരിക്കണം. പ്രപഠൻ പ്രകർഷേണ പഠിക്കുക തന്നെ വേണം. ആ ഭാഗവത പഠനത്തിൽ കൂടി നമ്മുടെ മനസ്സ് ശാന്തമായി തീരും.
എപ്പോഴാണ് നമുക്ക് ശാന്തി കിട്ടുക, സമാധാനം കിട്ടുക? മനസ്സ് ശാന്തമായി തീരുമ്പോൾ. നമുക്ക് എപ്പോഴെങ്കിലും സമാധാനം ഇല്ലാത്തൊരവസരത്തിൽ നമ്മളൊന്ന് ആലോചിക്കുമ്പോൾ മനസ്സിലാവും എന്താ ഈ സമാധാനം ഇല്ലാണ്ടാവാൻ കാരണം. മനസ്സാകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്, മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെട്ടിരിക്കുന്നു. മനസ്സിൻ്റെ ശാന്തത നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന ഗുണങ്ങളുടെ ആ ഏറ്റക്കുറച്ചിലുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി 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 വരുമ്പോഴാണ് മനസ്സ് ചാഞ്ചാടണത്. ഈ സത്വരജസ്തമോ ഗുണങ്ങളാകുന്ന മനസ്സിൻ്റെതായ ചലനങ്ങൾ നിർഗുണഭാവത്തിലേക്ക് എത്തിക്കാവുന്നതായ വഴി ഭാഗവത ഉപാസനയാണ്. കപിലോപദേശത്തിൽ ഭഗവാൻ അമ്മയോട് പറയുന്നുണ്ട്, സത്വഗുണ ഭക്തി, രജോഗുണ ഭക്തി, താമസ ഭക്തി, ഈ ത്രിഗുണ ഭക്തിക്ക് അതീതമായ നിർഗുണ ഭക്തിഭാവത്തിൽ എത്തിച്ചേരണം. ആ നിർഗുണ ഭക്തി എന്നത് ഭക്തി സിദ്ധേർഗരീയസി, സിദ്ധിയേക്കാൾ ശ്രേഷ്ഠമായതാണ്, മുക്തിയേക്കാൾ ശ്രേഷ്ഠമായതാണ്. അത്തരം ഭക്തന്മാരാരും മുക്തി എന്ന് പോലും പ്രാർത്ഥിക്കാത്തവരാണ് ഹനുമാൻ സ്വാമിയെ പോലെയുള്ളവര്, ഉദ്ധവാദി ഭക്തന്മാരെ പോലെയുള്ളവര്, രാധാദി ഗോപികമാരെ പോലെയുള്ളവര്. ജീവിതത്തിന്റെ ബന്ധനങ്ങളൊന്നും അവരറിയണില്ല. എല്ലാ ജീവിത ബന്ധനങ്ങൾക്ക് ഇടയിലും അവര് ഭഗവൽ പ്രേമത്താൽ ആനന്ദം അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നു. നമുക്കത്തരത്തിൽ നിത്യാനന്ദം അനുഭവിക്കാൻ സാധിക്കണം. സത്രവേദിയിലിരുന്ന് ഭാഗവത കഥകൾ പറയുമ്പോഴും ഭാഗവത കഥകൾ കേൾക്കുമ്പോഴും ഭാഗവത തത്വങ്ങളെക്കുറിച്ചുള്ളതായ ചിന്തകളിൽ കൂടിയും ഉണ്ടാവുന്നതായ മനസ്സിൻ്റെ പ്രശാന്തമായ ഭാവം, അത് നിത്യജീവിതത്തിൽ ഓരോരോ കർമ്മങ്ങൾക്കിടയിലും നമുക്ക് അനുഭവിക്കാനായിട്ട് സാധിക്കും. അതിനുള്ള വഴിയാണ് മഹാത്മ്യത്തിൽ ഇവിടെ വേദവ്യാസൻ തുടക്കത്തിൽ പറഞ്ഞത്, ശ്രീകൃഷ്ണായ വയം നുമ. കൃഷ്ണനെ ഒന്നത് നമുക്ക് എല്ലാവർക്കും കൂടി നമസ്കരിക്കാം. ആ നമസ്കാരത്തോടു കൂടി തന്നെ താപത്രയോന്മൂലനം, താപത്രയങ്ങളില്ലാണ്ടയായി തീരും. അസാരേ സംസാരേ വിഷയവിഷസംഗ ആകുലധിയ. വിഷയങ്ങളാകുന്ന വിഷം വീണ്ടും വീണ്ടും സേവിച്ച് മനസ്സിനെ വ്യാകുലതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതായ ഈ അവസരത്തിൽ, ഈ കുൽസിത കഥകളുടെ പിന്നാലെ പോയിട്ട് നമ്മൾ അധപ്പതിക്കുന്നതായ ഈ അവസരത്തിൽ ഭാഗവത കഥകളുടെ മുമ്പിലേക്ക് പരീക്ഷിൽ സാക്ഷി, 7 ദിവസം ഭാഗവതം കേട്ട് മുക്തി പ്രാപിച്ചതായ പരീക്ഷിത്ത് സാക്ഷിയാണല്ലോ. പ്രേതമായ ധുന്ധുകാരി ഭാഗവതം കേട്ട് മോക്ഷം പ്രാപിച്ചതായ കഥ ഇത് നിങ്ങൾ കേട്ടുവല്ലോ. അതുകൊണ്ട് നിങ്ങളും ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും, ഓരോ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട് നമ്മൾ ഓരോരുത്തരുടെ അടുത്തേക്ക് ഓടിപ്പോകണം. എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ളതായ പരിഹാരമാണ് ഭാഗവതം. പഠിപ്പ് നേരെയാവാൻ എന്താ വേണ്ട? ഭാഗവതം വായിച്ചാൽ മതി. ജോലി കിട്ടാൻ എന്താ വേണ്ട? ഭാഗവതം വായിച്ചാൽ മതി. കല്യാണം കഴിയാൻ എന്താ വേണ്ട? ഭാഗവതം വായിച്ചാൽ മതി. രോഗം മാറാൻ എന്താ വേണ്ട? മേൽപ്പത്തൂര് വടിയും കുത്തി പിടിച്ചുകൊണ്ട് ഗുരുവായൂർ വന്നപ്പോൾ രോഗം മാറിയില്ലേ? അത് അന്ന് മേൽപ്പത്തൂരിൻ്റെ രോഗം മാത്രമല്ല, ഇന്നും ഭാഗവത ഔഷധം സേവിക്കുന്നവരുടെ രോഗം മാറണോ? ഏത് രോഗം? മരണമെന്ന അതിഭയാനകമായ മൃത്യുഞ്ജയതി ദുർജയം എന്ന് ഭഗവാന്റെ തന്നെ വാക്കാണ്. 7-ാം ദിവസം മരണത്തെപ്പോലും പരീക്ഷ തരണം ചെയ്തതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ എത്ര ശാസ്ത്ര പുരോഗതികളെ കൊണ്ടും പിടികിട്ടാത്തതായ അതിഭയാനകമായ കാലനെപ്പോലും ജയിക്കാൻ സാധിക്കണോ? കാലം നമ്മുടെ കാൽക്കൽ കൊണ്ടുവരാൻ സാധിക്കണോ? ഭാഗവത ഉപാസന കൊണ്ട്. അതുകൊണ്ട് ആ ഭാഗവത ഉപാസനയ്ക്കായിട്ട് ഇനിയും അവസരം തരണേ. സ്വാമിജിയുടെ കൂടെയുള്ള മാവലശ്ശേരി പേരാറ്റൂർ തുടങ്ങിയതായ സ്വാമിജിയുടെ സുഹൃത്തുക്കളുടെ കൂടെയുള്ള 1986 മുതലുള്ളതായ ശ്രീമദ് ഭാഗവത യാത്രയിൽ ഈ 2010 എത്തിച്ചേരാൻ സാധിച്ചത് ശ്രീ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ യാത്ര ഒരിക്കലും അവസാനിക്കണില്ല. യാത്രയിൽ നമ്മൾ കണ്ടുമുട്ടൽ, ഈ ബന്ധങ്ങൾ, ഈ ആത്മബന്ധങ്ങൾ, ഈ പ്രേമബന്ധങ്ങൾ, ഈ സഹോദരീയ സൗഹൃദങ്ങൾ ഒരിക്കലും അവസാനിക്കണില്ല. ആ യാത്ര വീണ്ടും തുറന്നുകൊണ്ടേയിരിക്കാൻ നമുക്കിത് പ്രാർത്ഥിച്ചുകൊണ്ട് ഭാഗവത സത്രവേദിയിലുള്ളതായ സർവരുടെയും, ഇത്രയും നേരം ശ്രോതാക്കളായിരുന്നവരായ സർവ്വ ഭാഗവത പ്രേമികളുടെയും, ഇത്രയും വലിയൊരു സജ്ജീകരണങ്ങൾ ചെയ്തുകൊണ്ട് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവരായ എല്ലാ കർമ്മയോഗികളുടെയും, ആ കർമ്മയോഗത്തിന് മുഴുവൻ പിന്നിൽ സാരഥ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നതായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ എന്ന പോലെയുള്ളതായ സ്വാമിജിയുടെയും സർവരുടെയും, ഇവിടെ കൂടിയ സർവ്വസജ്ജനങ്ങളുടെയും പാദത്തിൽ ഇത് വീണ്ടും ഗുരുവായൂരപ്പദാസ സ്വാമികളെ പോലെയുള്ളതായ ഭാഗവത ആചാര്യന്മാരുടെ പേരിൽ, എൻ്റെ പേരിൽ, നിങ്ങളെല്ലാവരുടെയും പേരിൽ വീണ്ടും വീണ് നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു മതിയായിട്ടല്ല, 10:15 കഴിഞ്ഞ് 1 മിനിറ്റും കൂടി അങ്ങോട്ട് ഞാൻ അധികം എടുത്തു കഴിഞ്ഞു. അതുകൊണ്ട് ഇനി അടുത്ത പ്രഭാഷണത്തിനായിട്ട് കാതോർക്കുക. എത്രയോ സജ്ജനങ്ങൾ ഇനി ഇവിടെ വരാൻ പോകുന്നു. അവരുടെയൊക്കെ പ്രഭാഷണങ്ങളിൽ കൂടി നിങ്ങളുടെ ഉള്ളിൽ ഉണ്ണികൃഷ്ണൻ വന്ന് തുള്ളിച്ചാടി കളിക്കട്ടെ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.